അമ്മമാർ ഭംഗിയായും ഭക്തിപൂർവ്വം ദിവസവും വായിച്ചതിന് നന്ദി ദൈവത്തിന് അർപ്പിക്കുകയും അവരെ കുടുംബമായി അനുഗ്രഹിക്കുകയും ചെയ്യണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അഭിവന്ദ്യ തിരുമേനി കൗമ പ്രാർത്ഥന ചെയ്ത് ഞങ്ങളെ അനുഗ്രഹിക്കണമേ എന്ന് അപേക്ഷിക്കുന്നു. നമുക്ക് നമസ്കരിക്കാം. പിതാവിനും പുത്രനും പരിശുദ്ധ റൂഹായിക്കും സ്തുതി. ആകാശവും ഭൂമിയും നിറയപ്പെട്ടിരിക്കുന്ന ബലവാനായ ദൈവം പരിശുദ്ധൻ ഒരുങ്ങളുടെ സ്തുതി. ദൈവമായ കർത്താവിന്റെ ഒരു നാമത്തിൽ ഒന്നവനും പരിപാലിക്കുന്നവനും വാഴ്ത്തപ്പെട്ടവനാകുന്നു ഒരുങ്ങളുടെ സ്തുതി. ദൈവമേ നീ പരിശുദ്ധനാവുന്നു, ബലവാനേ നീ പരിശുദ്ധനാവുന്നു, മരണമില്ലാത്തവനെ പരിശുദ്ധനാവുന്നു. ഞങ്ങൾക്ക് വേണ്ടി കുരിശിക്കപ്പെട്ടവനെ ഞങ്ങളോട് കരുണ ചെയ്യണമേ. ദൈവമേ നീ പരിശുദ്ധനാവുന്നു, ബലവാനേ നീ പരിശുദ്ധനാവുന്നു, മരണമില്ലാത്തവനെ പരിശുദ്ധനാവുന്നു. ഞങ്ങൾക്ക് വേണ്ടി കുരിശിക്കപ്പെട്ടവനെ ഞങ്ങളോട് കരുണ ചെയ്യണമേ. ദൈവമേ നീ പരിശുദ്ധനാവുന്നു, ബലവാനേ നീ പരിശുദ്ധനാവുന്നു, മരണമില്ലാത്തവനെ പരിശുദ്ധനാവുന്നു. ഞങ്ങൾക്ക് വേണ്ടി കുരിശിക്കപ്പെട്ടവനെ ഞങ്ങളോട് കരുണ ചെയ്യണമേ. ഞങ്ങളുടെ കർത്താവേ ഞങ്ങളോട് കരുണ ചെയ്യണമേ. ഞങ്ങളുടെ കർത്താവേ കൃപയുണ്ടായി ഞങ്ങളോട് കരുണ ചെയ്യണമേ. ഞങ്ങളുടെ കർത്താവേ ഞങ്ങളുടെ നമസ്കാരവും ശുശ്രൂഷകളും കൈക്കൊണ്ട് ഞങ്ങളോട് കരുണ ചെയ്യണമേ. ദൈവമേ നിനക്ക് സ്തുതി, സൃഷ്ടാവേ നിനക്ക് സ്തുതി. പാപികളായ എൻ്റെ അടിയാരോട് കരുണ ചെയ്യുന്ന മശിഹാ രാജാവേ നിനക്ക് സ്തുതി. പാർക്കുമോ സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, നിന്റെ തിരുനാമം പരിശുദ്ധമാകണമേ. നിന്റെ രാജ്യം വരണമേ. നിന്റെ തിരുവിഷ്ടം സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ. ഞങ്ങൾക്ക് ആവശ്യമുള്ള അപ്പം ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ. പരീക്ഷയിലേക്ക് ഞങ്ങളെ പ്രവേശിപ്പിക്കരുതേ, പിന്നെയോ തിന്മയോട്ടോർന്ന് ഞങ്ങളെ രക്ഷകൊള്ളണമേ. എന്തുകൊണ്ടെന്നാ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും നിനക്കുള്ളതാവുന്നു. ആമേൻ. കൃപ നിറഞ്ഞ മറിയമേ നിനക്ക് സമാധാനം. നമ്മുടെ കർത്താവ് നിന്നോടുകൂടെ സ്ത്രീകളിൽ നീ വാഴ്ത്തപ്പെട്ടവളാവുന്നു. എൻ്റെ വയറിലെ ഫലമായ നമ്മുടെ കർത്താവ് യേശു മിശിഹാ വാഴ്ത്തപ്പെട്ടവനാവുന്നു. ശുദ്ധമുള്ള കന്യകേ മർത്തോറിയമേ തമ്പുരാൻ്റെ അമ്മേ, പാപികളാ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും ദൈവം തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ. ആമീൻ. അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. എന്റെ കർത്താവേ, ഇതാ നിന്റെ അടുക്കലേക്ക് എന്റെ കൈകൾ നീട്ടപ്പെട്ടിരിക്കുന്നു. എന്റെ കണ്ണുകൾ നിന്റെ കരുണയ്ക്കായി നോക്കിക്കൊണ്ടിരിക്കുന്നു. ഞാൻ നിന്നെ വിളിക്കുകയും നിന്നിൽ അഭയം പ്രാപിക്കുകയും കൃപയെ നിന്നോട് യാചിക്കുകയും നിന്റെ കരുണയോട് അപേക്ഷിക്കുകയും ചെയ്യുന്നു. എന്നെ നീ മറന്നു കളയരുതേ, എന്നെ കൈവിട്ട് കളയരുതേ, എന്നെ ഉപേക്ഷിക്കരുതേ. നീ എന്റെ വൈരികൾക്ക് നീ എന്നെ നിന്ദയാക്കി തീർക്കരുതേ. എന്റെ സഖാക്കൾക്ക് ഞാൻ പരിഹാസമായി തീരരുതേ. ഞാൻ കുറ്റക്കാരനായി തീർന്നിട്ട് സാത്താൻ സന്തോഷിക്കുമാറാകരുതേ. അസൂയക്കാരൻ എന്റെ തെറ്റുകളെ ചൊല്ലി പ്രശംസിക്കരുതേ. ഞാൻ നിന്റെ തൊഴുത്തിൽ നിന്ന് പുറത്തു പോകുമാറാകരുതേ. ഞാൻ നിന്റെ വഴിവിട്ട് നടക്കുമാറാകരുതേ. നിന്റെ കൃപയെ എന്നിൽ നിന്ന് മാറ്റിക്കളയരുതേ. വാളിൽ നിന്നും അടിമയിൽ നിന്നും ഭൂകമ്പത്തിൽ നിന്നും ഭയത്തിൽ നിന്നും ശരീരത്തെ വ്യസനിപ്പിക്കുകയും ആത്മാവിനെ അരിഷ്ടതപ്പെടുത്തുകയും ചെയ്യുന്ന സങ്കടകരമായ സകല ശിക്ഷകളിൽ നിന്നും എന്നെ രക്ഷിക്കണമേ. അത് നീതിമാന്മാരുടെയും പുണ്യവാന്മാരുടെയും പരിപാകതയുള്ളവരുടെയും ബ്രഹ്മചാരികളുടെയും പ്രാർത്ഥനയാൽ തന്നെ. ആമീൻ. പ്രവർത്തനങ്ങളെ അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. തിരുമേനിയും പ്രവർത്തനങ്ങളെയും അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇപ്പോൾ ഒരു പാട്ടോടുകൂടി നമ്മുടെ പ്രാർത്ഥന തുടങ്ങുന്നതായിരിക്കും. പ്രിയപ്പെട്ട ജോളി ജോസ് ഒരു പാട്ട് പാടുന്നതായിരിക്കും. എല്ലാം നന്മയ്ക്കായി സ്വർഗതാതൻ ചെയ്തിടുന്നു. നിർണയമാം വിളി കേട്ടവർക്കും ദൈവത്തിൻ സ്നേഹം അറിഞ്ഞവർക്കും. നിർണയമാം വിളി കേട്ടവർക്കും
ദൈവത്തിൻ സ്നേഹം അറിഞ്ഞവർക്കും എല്ലാം നന്മയ്ക്കായി സ്വർഗതാതൻ ചെയ്തിടുന്നു. ഭാരങ്ങളും പ്രയാസങ്ങളും രോഗങ്ങളും എല്ലാ ദുഃഖങ്ങളും എൻ്റെ താതൻ തന്നിടുമ്പോൾ എന്നെ അവൻ സ്നേഹിക്കുന്നു. എൻ്റെ താതൻ തന്നിടുമ്പോൾ എന്നെ അവൻ സ്നേഹിക്കുന്നു. എല്ലാം നന്മയ്ക്കായി സ്വർഗതാതൻ ചെയ്തിടുന്നു. പ്രതികൂലങ്ങൾ ഏറെയെന്നാൽ അനുകൂലമായി യേശുവുണ്ട്. പതറുകില്ല, തളരുകില്ല, സ്വർഗസിയോനിൽ എത്തിയിടും ഞാൻ. പതറുകില്ല, തളരുകില്ല, സ്വർഗസിയോനിൽ എത്തിയിടും ഞാൻ. എല്ലാം നന്മയ്ക്കായി സ്വർഗതാതൻ ചെയ്തിടുന്നു. കഷ്ടതയോ സങ്കടമോ പട്ടിണിയോ പരിഹാസങ്ങളോ യേശുവിൻ സ്നേഹത്തിൽ നിന്നകറ്റാൻ ഇവയിലൊന്നിനും സാധ്യമല്ല. യേശുവിൻ സ്നേഹത്തിൽ നിന്നകറ്റാൻ ഇവയിലൊന്നിനും സാധ്യമല്ല. എല്ലാം നന്മയ്ക്കായി സ്വർഗതാതൻ ചെയ്തിടുന്നു. നിർണയമാം വിളി കേട്ടവർക്കും ദൈവത്തിൻ സ്നേഹം അറിഞ്ഞവർക്കും എല്ലാം നന്മയ്ക്കായി സ്വർഗതാതൻ ചെയ്തിടുന്നു. നമ്മുടെ ധ്യാന പ്രസംഗത്തിന്റെ സമയമാകുന്നല്ലോ. ബഹുമാനപ്പെട്ട ധ്യാന പ്രസംഗ അച്ഛനെ ദേവസ്വത്തിൽ സമർപ്പിക്കുന്നു. എല്ലാവരും പ്രാർത്ഥനയോടെ ഇരിക്കണമെന്നും യുദ്ധത്തിന്റെയും ആക്സിഡന്റുകളുടെ എല്ലാ അനിശ്ചിതത്വത്തിന്റെയും സമയത്ത് ലോകമെമ്പാടുമുള്ള മക്കളെയും കൂടി ഈ പ്രാർത്ഥനയെ സമർപ്പിച്ചുകൊണ്ട് എല്ലാവരുടെയും സൗഖ്യത്തിനും വിശുദ്ധീകരണത്തിനും പ്രൊട്ടക്ഷനും എല്ലാം കൂടിയാണ് നാം പ്രാർത്ഥന നടത്തുന്നത്. ബഹുമാനപ്പെട്ട അബി അബ്രഹാം അച്ഛൻ, ബഹുമാനപ്പെട്ട ബിബിൻ ഡാനിയൽ അച്ഛനെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന സമയത്തും ധ്യാനപ്രസംഗത്തിന്റെ സമയത്തും പ്രാർത്ഥനയോടുകൂടി ഇരിക്കണമെന്ന് സ്നേഹത്തോടെ ഓർമ്മിപ്പിക്കുന്നു. ബഹുമാനപ്പെട്ട അച്ഛൻ ധ്യാനപ്രസംഗം നടത്തുന്ന അച്ഛനെ ഇൻട്രൊഡ്യൂസ് ചെയ്യണമെന്ന് അപേക്ഷിക്കുന്നു. അഭിനന്ദ തിരുമേനി ആമുഖവാക്കുകൾ പറഞ്ഞതിന് ശേഷം ഞാൻ അച്ഛനെ പരിചയപ്പെടുത്താം. അഭിനന്ദ തിരുമേനി. ദൈവതിരുനാമം മോഹത്തപ്പെടട്ടെ. പ്രിയ ബിബിയച്ഛൻ, പ്രിയ ബിബിനച്ഛൻ, പ്രിയ അമ്മമാരെ, സഹോദരിമാരെ, ക്രിസ്തുയേശുവിൽ എല്ലാവർക്കും സ്നേഹവന്ദനം. എലിസബത്ത് ആൻറ്റി ഓർപ്പിച്ചതുപോലെ ലോകം മുഴുവനും അസമാധാനത്തിന്റെ നടുവിലൂടെ കടന്നു പോകുന്ന ഒരു കാലഘട്ടത്തിൽ സമാധാനത്തിന് വേണ്ടിയും ശാന്തിക്ക് വേണ്ടിയും പ്രാർത്ഥിപ്പാൻ കടപ്പെട്ടിരിക്കുന്ന ഒരു സമൂഹമാണ് നമ്മൾ. അതുകൊണ്ട് അതിനായി നമ്മൾ ഒന്നിച്ചു കൂടി വരുന്നു. പ്രത്യേകിച്ച് അമ്മമാർ എല്ലാവരുടെയും കണ്ണീരൊപ്പുവാൻ, എല്ലാവരുടെയും വേണ്ടി പ്രാർത്ഥിക്കുവാൻ കടപ്പെട്ടവർ എന്ന നിലയിൽ തന്നെ അമ്മമാർ ഒന്നിച്ചു കൂടി വരുന്ന വെള്ളിയാഴ്ച പ്രാർത്ഥന
ലോകത്തിന് വേണ്ടി മുഴുവൻ യാഗമായ തമ്പുരാന്റെ കഷ്ടാനുഭവ നാളിനെ അല്ലെങ്കിൽ യാഗത്തെ ഓർക്കുന്ന ദിവസം. ആ ദിനം നമുക്ക് ഒന്നിച്ച് പ്രാർത്ഥിക്കാം, ദൈവത്തിന് സമർപ്പിക്കാം. കർത്താവിൻ്റെ പിന്നണി പോരാളികളായി കർത്താവിന് വേണ്ടി യാഗമായ ത്യാഗമായ കർത്താവിൻ്റെ സുവിശേഷം ലോകമെമ്പാടും അറിയിച്ച, ഇന്ന് നമ്മളെ സുവിശേഷത്തിൽ നയിക്കാൻ തക്കവണ്ണം നമ്മുടെ അടുത്തേക്ക് കടന്നു വന്ന മാർത്തോമാ ശ്ലീഹ ഉൾപ്പെടെ എല്ലാ പരിശുദ്ധന്മാരുടെയും എല്ലാ അപ്പോസ്തലന്മാരുടെയും ഓർമ്മയെ അനുസ്മരിച്ചുകൊണ്ട് ശ്ലീഹാ നോമ്പിലൂടെ സഭ കടന്നു പോകുന്ന കാലഘട്ടങ്ങളിൽ ആ സമാധാനത്തിൻ്റെ വാഹകരാകുവാൻ നമ്മളെ ഓരോരുത്തരെയും വിളിച്ചിരിക്കുന്നു എന്നുള്ള ഒരു ബോധ്യം എപ്പോഴും നമുക്കുണ്ടാവണം. എൻ്റെ ജീവിതത്തിൻ്റെ സന്ദേശം എന്താണ്? എൻ്റെ ജീവിതത്തിൻ്റെ ഉദ്ദേശം എന്താണ്? ശ്രീഹന്മാർ തമ്പുരാൻ നമ്മെ ഓർപ്പിക്കുന്നു, ലോകത്തോളം, ലോകത്തിൻ്റെ അവസാനത്തോളം നിങ്ങൾ പോയി കർത്താവിൻ്റെ നല്ല വാക്കുകളെ പറയുക. ലോകത്തിന് സമാധാനം കൊടുക്കുവാൻ വിളിക്കപ്പെട്ടവർ ശ്ലീഹന്മാർ ആ ദൗത്യമാണ്. ഭാരതത്തോളം വന്നു, അല്ലെങ്കിൽ ലോകത്തിൻ്റെ അറ്റത്തോളം പോയി അവർ ക്രിസ്തുവിൻ്റെ നല്ല വാക്കുകൾ, നല്ല സുവിശേഷം, സമാധാനത്തിൻ്റെയും ശാന്തിയുടെയും നല്ല ദൂതുകൾ ലോകത്തിന് നൽകി ലോകത്തിലെ സമാധാനത്തിലേക്ക് നയിച്ചിരുന്നു. ഇന്ന് ലോകം അസമാധാനത്തിലേക്ക് പോകുന്നുവെങ്കിൽ ഇന്നിൻ്റെ അപ്പോസ്തലന്മാരായി നമ്മൾ ഓരോരുത്തരും മാറുവാൻ തക്കവണ്ണം ഉള്ള നിയോഗം, ഉത്തരവാദിത്വം കൂടി വന്നിരിക്കുന്നു എന്നൊരു ബോധ്യം നമുക്കുണ്ടാവട്ടെ. ഒന്നിച്ച് പ്രാർത്ഥിക്കാം. നമ്മുടെ പ്രാർത്ഥന ദൈവം കേൾക്കും. ആ പ്രാർത്ഥനയുടെ അനുഭവത്തിലൂടെ തമ്പുരാനുസരണം നിലവിളിക്കുന്ന നിനവേക്കാരെ പോലെ നമുക്ക് നിലവിളിക്കാം, ലോകത്തിന് സമാധാനവും ശാന്തിയും ഉണ്ടാകുവാൻ. ആ പ്രാർത്ഥന ദൈവം കേൾക്കും തീർച്ചയായും. അതുപോലെ തന്നെ നമ്മുടെ സഭയ്ക്ക് വേണ്ടി, നമ്മുടെ ഇടവുകൾക്ക് വേണ്ടി, നമ്മുടെ കുടുംബങ്ങൾക്ക്, നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി, രോഗത്തിലും ഭാരത്തിലും പ്രയാസം കിട്ടുന്ന എല്ലാവർക്ക് വേണ്ടി, മദ്യത്തിനോ മയക്കുമരുന്നിനോ അടിമകളായിരിക്കുന്ന പ്രിയ സഹോദരങ്ങൾക്ക് വേണ്ടി ഒക്കെയും നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മൾ വ്യക്തിപരമായി ഓരോരുത്തരോട് ഇടപെടുമ്പോഴാണ് നമ്മൾ അറിയുന്നത് അവിടെയൊക്കെ ജീവിതത്തിലെ പ്രയാസങ്ങൾ, ദുരിതങ്ങൾ, അനേക പ്രയാസങ്ങളുടെ നടുവിലൂടെ കടന്നു പോകുന്ന അനേക സഹോദരങ്ങൾ നമ്മുടെ ഇടയിലുണ്ട്. അവരെയൊക്കെ ഒന്ന് കാണുവാൻ, അറിയുവാൻ, അവർക്ക് വേണ്ടി, അവരറിയാതെ പോലും അവർക്ക് വേണ്ടി ദൈവസന്നിധിയിൽ മൗനമായി പ്രാർത്ഥിപ്പാൻ തക്കവണ്ണം സാധിക്കുന്ന ഒരു ജീവിതാനുഭവം സ്വർഗത്തിലെ നിക്ഷേപമാണ്. ആ സ്വർഗത്തിലെ നിക്ഷേപം നമുക്ക് ഒരുക്കാം. എല്ലാവർക്കും എല്ലാ ദൈവകൃപയും ഉണ്ടാവട്ടെ. 2 ദിനം കൂടിയുണ്ട് ശ്ലീഹാ നോമ്പിൻ്റെ പൂർത്തീകരണത്തിനായി. കൂടുതലായി ഒരുങ്ങാം. ശ്ലീഹന്മാരെ പോലെ അവരുടെ പരിശുദ്ധന്മാരുടെ മധ്യസ്ഥയിൽ നമുക്ക് അഭയം പ്രാപിക്കാം. അവരെ പോലെ ദൈവത്തിൻ്റെ നല്ല സമാധാന വാഹകരായി സന്തോഷം അനേകർക്ക് നൽകുന്ന നല്ല ജീവിതത്തിൻ്റെ ഉടമകളായി തീരുവാൻ എല്ലാവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ. എബിഎച്ചിൻ്റെയും ഷീനായുടെയും ഷിനിയുടെയും എലിസബത്ത് ടീച്ചറിൻ്റെയും മറ്റെല്ലാ റീജിയണൽ കോർഡിനേറ്റേഴ്സിൻ്റെയും പ്രിയ അമ്മമാരുടെയും ഒക്കെ സഹകരണത്തിൽ അനുഗ്രഹകരമായി നമ്മുടെ മർക്കൂറസ്മാനം മുന്നോട്ട് പോകുന്നു. എല്ലാവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ. അതോടൊപ്പം തന്നെ എൻ്റെ പ്രിയ ശിഷ്യനാണ് ബിബിനച്ചൻ. ഇന്ന് നമ്മുടെ ബിബിനച്ചൻ ഇന്ന് തിരുവചനം സംസാരിക്കും. അച്ഛൻ ഇപ്പം കാനഡയിലുണ്ട്. എബിഎച്ചൻ ബിബിനച്ചനെ കുറിച്ച് സംസാരിക്കും. എല്ലാവരോടും സ്നേഹവും പ്രാർത്ഥനയും അറിയിക്കുന്നു. എന്നെയും പ്രാർത്ഥനയും നിങ്ങൾ ഓർക്കണം. നിങ്ങളെല്ലാവരെയും പ്രാർത്ഥന ഓർക്കുന്നു. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. അഭിനന്ദ തിരുമേനിയുടെ നല്ല വാക്കുകൾക്ക്, സാന്നിധ്യത്തിന് പ്രത്യേകമായ നന്ദിയും സ്നേഹവും കടപ്പാടും ഈ സമയത്ത് അറിയിക്കുന്നു. പ്രിയപ്പെട്ട ബിബിൻ അച്ഛനാണ്, ബിബിൻ ഡാനിയൽ അച്ഛനാണ് ഇന്ന് നമ്മോട് ദൈവവചനത്തിൽ നിന്ന് സംസാരിക്കുന്നത്. പ്രിയപ്പെട്ട ബിബിൻ ഡാനിയൽ അച്ഛൻ പത്തനംതിട്ടയിലെ തുമോൺ ഭദ്രാസനത്തിലെ അംഗമാണ്. പത്തനംതിട്ടയ്ക്ക് സമീപമുള്ള വകയാർ കൊല്ലൻപടി സെന്റ് ഗ്രിഗോറിസ് ഇടവക അംഗമാണ്. പ്രിയപ്പെട്ട അച്ഛൻ്റെ ഇടവകയിൽ ഞാൻ സേവനം അനുഷ്ഠിച്ചിട്ടുണ്ട്. ആ കാലം മുതലുള്ള, അന്ന് പ്രിയപ്പെട്ട അച്ഛൻ സെമിനാരി വിദ്യാർത്ഥിയാണ്. അക്കാലം മുതലുള്ള ബന്ധമാണ് ഇന്ന് വരെയും ഉള്ളത്. പ്രിയപ്പെട്ട അച്ഛൻ മദ്രാസ് ഭദ്രാസനത്തിലായിരുന്നു. നമ്മുടെ മദ്രാസ് ഭദ്രാസനത്തിൽ നിന്ന് ഇപ്പോൾ അദ്ദേഹം കാനഡ ഭദ്രാസനത്തിലേക്ക് വന്നിട്ടുണ്ട്. പ്രിയപ്പെട്ട അച്ഛൻ ഞാനും തമ്മിലുള്ള ബന്ധം വളരെ സ്നേഹബന്ധമാണ്. ആ കുടുംബവുമായിട്ടുള്ള ബന്ധം. പ്രിയപ്പെട്ട അച്ഛൻ്റെ മാതാവ് ദൈവസന്നിധിയിലേക്ക് വാങ്ങി പോകുന്ന സമയവും ഞാൻ അവിടെ നാട്ടിലുണ്ടായിരുന്നു. ആ കുടുംബവുമായിട്ട് വളരെ അടുത്ത ബന്ധം. പ്രിയപ്പെട്ട അച്ഛനും കൊച്ചമ്മയും കുഞ്ഞും അവിടെ കാനഡയിൽ ഇപ്പോൾ ഉണ്ട്. പ്രിയപ്പെട്ട അച്ഛൻ ഇപ്പോൾ സെന്റ് ബേസിൽ ഓർത്തഡോക്സ് കമ്മ്യൂണിറ്റി കോർണർ ബ്രൂക്ക് ന്യൂ ഫൗണ്ട്ലാൻഡ് എന്ന് പറയുന്ന ഒരു ചെറിയൊരു കോൺഗ്രിഗേഷൻ, ഒരു കമ്മ്യൂണിറ്റി അച്ഛൻ നേതൃത്വം നൽകുന്നു. അവർക്ക് വിശുദ്ധ കുർബാന അർപ്പിച്ച് ആത്മീയമായ ആവശ്യങ്ങളെല്ലാം നടത്തിക്കൊണ്ടിരിക്കുന്നു. പ്രിയപ്പെട്ട കൊച്ചമ്മ അവിടെ പഠിച്ചുകൊണ്ടിരിക്കുന്നു. അങ്ങനെ എല്ലാ മേഖലകളിലും വളരെ താല്പര്യത്തോടെ, സന്തോഷത്തോടെ പ്രിയപ്പെട്ട അച്ഛൻ തന്റെ ആത്മീയ പ്രവർത്തനങ്ങളും ഒക്കെ നടത്തി വരുന്നു.
അച്ഛനെ ദൈവം അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഞാൻ ക്ഷണിച്ചപ്പോൾ തന്നെ അച്ഛൻ വളരെ സന്തോഷത്തോടു കൂടി ഈ ഒരു ഉദ്യമം ഏറ്റെടുത്തു. ഇവിടെ അച്ഛനെ ഈ സൗത്ത് വെസ്റ്റ് അമേരിക്കൻ ഡയസസിന്റെ MMBSന്റെ ഫ്രൈഡേ ഫാസ്റ്റിംഗ് പ്രയറിലേക്ക് വളരെ സ്നേഹപൂർവ്വം എല്ലാവരുടെയും പേരിൽ, അഭിനന്ദ തിരുമേനിയുടെയും എല്ലാവരുടെയും പേരിലുള്ള സ്നേഹവും നന്ദിയും അറിയിച്ചുകൊണ്ട് പ്രിയപ്പെട്ട അച്ഛനെ ഇന്നത്തെ ദൈവവചന ഘോഷണത്തിനായി ക്ഷണിക്കുകയും ചെയ്യും. താങ്ക് യു തിരുമേനി. താങ്ക് യു അച്ഛ. കേൾക്കാമോ അച്ഛ പറയുന്നത്? കേൾക്കാം. ത്രിയേക ദൈവത്തിന്റെ ധന്യ തിരുനാമത്തിന്റെ മഹത്വം ഉണ്ടായിരിക്കട്ടെ. അഭിമന്യ തിരുമേനി, എനിക്ക് ഏറ്റവും സഹോദര തുല്യനായിരിക്കുന്ന എൻ്റെ മുൻവികാരി കൂടിയായിരിക്കുന്ന ബഹുമാനപ്പെട്ട എബി അച്ഛൻ, കർത്താവിൽ പ്രിയമുള്ള അമ്മമാരെ, കൊച്ചുമ്മമാരെ, എല്ലാവർക്കും ദൈവനാമത്തിൽ സ്നേഹവന്ദനം. അഭിമന്യ തിരുമേനിയും ബഹുമാനപ്പെട്ട അച്ഛനും എലിസബത്ത് ആന്റിയൊക്കെ ഓർമ്മിപ്പിച്ചതുപോലെ ഈ ലോകം ഒരു വല്ലാത്ത ഒരു വിഷമഘട്ടത്തിലൂടെ കടന്നുപോയിക്കൊണ്ടിരിക്കുകയാണ്. നമ്മൾ ക്രിസ്ത്യാനികളായി ക്രിസ്തീയ സാക്ഷ്യമുള്ള ജീവിതം നയിക്കുവാൻ വിളിക്കപ്പെട്ടവരായി ഭൂമിയിലായിരിക്കുമ്പോൾ ആ കർമ്മം ശരിയായ രീതിയിൽ ചെയ്യുവാൻ തക്കവണ്ണമുള്ള ഒരു ബോധ്യം നമ്മുടെ ഹൃദയങ്ങളിൽ നിന്നാൾ ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. നിങ്ങൾ മൈക്കൽ ആഞ്ചലോയുടെ ക്രിയേഷൻ ഓഫ് മാൻ എന്ന് പറയുന്ന പടം കണ്ടിട്ടുണ്ടാകും, ചിത്രം വരച്ചത് നിങ്ങൾ കണ്ടിട്ടുണ്ടാകും. ഒരു ഭൂമിയിൽ മനുഷ്യൻ വിരൽ ഉയർത്തിക്കൊണ്ട്, കൈ ഉയർത്തിക്കൊണ്ട് നിൽക്കുകയും ആകാശത്ത് നിന്ന് ദൈവം ആ മനുഷ്യനെ തൊടാൻ നോക്കുന്നതുമായിട്ടുള്ള ഒരു ചിത്രം നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. നിങ്ങൾ ആ ചിത്രം ശ്രദ്ധിച്ചാൽ അറിയാം, ദൈവത്തിന്റെ കരങ്ങൾ ഏറ്റവും മാക്സിമം സ്ട്രെച്ച് ചെയ്താണ് നിൽക്കുന്നത്. ഒരു വിരൽ ഏറ്റവും സ്ട്രെച്ച് ചെയ്ത് നിൽക്കുമ്പോൾ മനുഷ്യന്റെ കൈ മാത്രം അല്പം വിരലിൽ തൊടുന്നതിൽ നിന്ന് ഇച്ചിരി അകന്ന് മാറിയാണ് നിൽക്കുന്നത്. മൈക്കൽ ആഞ്ചലോ ആ ചിത്രം വരയ്ക്കുമ്പോൾ നമ്മൾ പറയാതെ പറയുന്ന ഒരു സന്ദേശം, ദൈവം തമ്പുരാൻ എപ്പോഴും മനുഷ്യനോട് ചേർന്ന് നിൽക്കുവാനും മനുഷ്യന്റെ ആവശ്യങ്ങളിൽ കൂടെ നിൽക്കുവാനും മനുഷ്യന്റെ സങ്കടങ്ങളിൽ ചേർന്ന് നിൽക്കുവാനും ഒക്കെ ആഗ്രഹിക്കുന്ന ഒരാളാണ്. എന്നാൽ മനുഷ്യനാകട്ടെ ദൈവത്തോട് ചേരുന്നതിൽ ചെറിയൊരു വിമുഖത എപ്പോഴും കാത്തു സൂക്ഷിക്കുന്നുണ്ട് എന്നുള്ളതാണ്. ഒരു ക്രിസ്ത്യാനിയായി എന്നെ ദൈവം തമ്പുരാൻ, നമ്മളെ ഓരോരുത്തരെയും ദൈവം തമ്പുരാൻ വിളിച്ചിട്ടുണ്ട് എങ്കിൽ നമ്മുടെ ഒരു ഉത്തരവാദിത്വവും നമ്മുടെ കടമയും അവർ വില്ലിങ്നെസ് ടു ജോയിൻ ദ ഗോഡ്, ദൈവത്തോട് ചേരുവാൻ അല്ലെങ്കിൽ ടു ടച്ച് ദ ഗോഡ്, ദൈവത്തെ തൊടുവാൻ നമ്മുടെ വില്ലിങ്നെസ്, നമ്മുടെ താല്പര്യം നമ്മളോട് ആവശ്യപ്പെടുന്നുണ്ട്. നമ്മുടെ ക്രിസ്തീയ ജീവിതം നമ്മളോട് ആവശ്യപ്പെടുന്നു. ഈ നോമ്പ് കാലങ്ങളും നമ്മുടെ ശുശ്രൂഷ കാലങ്ങളും ഒക്കെയും നമ്മുടെ ഉള്ളിലുള്ള ദൈവികമായ താല്പര്യങ്ങൾ വർദ്ധിക്കുകയും ദൈവത്തോട് ചേർന്ന് പിടിക്കുവാൻ, ചേർന്ന് നടക്കുവാൻ, ആ കരങ്ങളിൽ ചേർന്ന് ജീവിക്കുവാൻ നമുക്ക് എല്ലാവർക്കും ഇടയാകട്ടെ എന്ന് ആദ്യമേ തന്നെ പ്രാർത്ഥിക്കുകയാണ്. അല്പനേരത്തെ ധ്യാനത്തിനും ചിന്തയ്ക്കുമായിട്ട് എടുത്തിരിക്കുന്ന വേദഭാഗം 2 രാജാക്കന്മാർ 5-ാം അധ്യായം അതിന്റെ 27-ാമത്തെ വാക്യമാണ്. നമുക്ക് വളരെ സുപരിചിതമായ ഒരു ഭാഗമാണ്. ഞാൻ ആ ഭാഗം ഒന്ന് വായിക്കാം. 2 രാജാക്കന്മാർ 5-ാം അധ്യായം അതിന്റെ 27-ാമത്തെ വാക്യം. ആകയാൽ നയമാന്റെ കുഷ്ഠം നിനക്കും നിന്റെ സന്തതിക്കും എന്നേക്ക് പിടിച്ചിരിക്കുമെന്ന് അവനോട് പറഞ്ഞു. അവൻ ഹിമം പോലെ വെളുത്ത് കുഷ്ഠരോഗിയായി പുറപ്പെട്ടു പോയി. ഈ ഏലീശ എന്ന് പറയുന്ന വലിയൊരു പ്രവാചകന്റെ ശിഷ്യനായ ഗേഹസിയുടെ ഒരു ജീവിത ചരിത്രമാണ് ആ വേദഭാഗത്തിലൂടെ നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഏലിയാവിന്റെ കൂടെ നടന്ന് ഏലിയാവിൽ നിന്ന് ഇരട്ടി ആത്മാവിനെ മേടിച്ച ഒരാളാണ് ഏലീശ. ആ ഏലീശ എന്ന് പറയുന്ന ഒരു മഹാപ്രവാചകന്റെ ശിഷ്യനായി തിരഞ്ഞെടുക്കപ്പെട്ട് അദ്ദേഹത്തോടൊപ്പം സഞ്ചരിച്ച ഒരു മനുഷ്യനാണ് ഈ ഗേഹസി എന്ന് പറയുന്നയാൾ. പക്ഷെ ഗേഹസിയുടെ അവസാനം ഗേഹസിക്ക് സംഭവിക്കുന്ന അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ ഉണ്ടാകുന്ന ഒരു സംഭവമാണ് നമ്മൾ ഈ വേദഭാഗത്തിൽ വായിക്കുന്നത്. നയമാനുണ്ടായ കുഷ്ഠം നിനക്കും നിന്റെ തലമുറകൾക്ക് ഉണ്ടാകട്ടെ എന്ന് ഒരു ശാപം പോലെ അദ്ദേഹത്തിന്റെ ജീവിതത്തിലേക്ക് ഉണ്ടാകുന്നതാണ് ഈ വേദഭാഗത്ത് നമ്മൾ വായിക്കുന്നത്. അപ്പൊ ഗേഹസിയുടെ ജീവിതം നമ്മളെ പഠിപ്പിക്കുന്ന ചില പാഠങ്ങളുണ്ട്. അതിനെ കുറിച്ച് മാത്രം പെട്ടെന്ന് പറഞ്ഞ് ഞാൻ എന്റെ കർത്തവ്യത്തിൽ നിന്ന് വിരമിച്ചുകൊള്ളാം. നിങ്ങൾക്ക് കേട്ടിട്ടുള്ള സുപരിചിതമായ കാര്യങ്ങളൊക്കെ തന്നെ ആയിരിക്കാമെങ്കിലും ആവർത്തന വിരസതയുണ്ടെങ്കിൽ നിങ്ങൾ ബലഹീനനെ അടിയനോട് ക്ഷമിക്കണമേ. ഗേഹസി എന്ന വാക്കിന്റെ അർത്ഥം ദർശനങ്ങളുടെ താഴ്വര എന്നാണ്. ആ പേരിന് അർത്ഥമുള്ള ഒരു ജീവിതമായിരുന്നില്ല ശരിക്കും പറഞ്ഞാൽ ഗേഹസിക്ക് ഉണ്ടായിരുന്നത്. ജീവിതത്തിൽ യാതൊരു ദർശനവും ഇല്ലാതെ ജീവിച്ച ഒരു മനുഷ്യനാണ് ഗേഹസി. പ്രവാചകനായ ഏലീശയുടെ കൂടെ നടക്കുമ്പോൾ അദ്ദേഹം എത്രമാത്രം ശ്രേഷ്ഠനായി തീരേണ്ടവനാണ് എന്നുള്ളത് പരമമായ സത്യമാണ്. പക്ഷേ അദ്ദേഹം ജീവിതത്തിൽ ഒന്നും ആകാതെ പോയൊരു മനുഷ്യനാണ്. മറ്റുള്ളവർക്ക് അസൂയ ഉണ്ടാകുന്ന വിധത്തിലുള്ള ഒരു ജീവിതം നയിച്ചുകൊണ്ടിരുന്ന ഒരു മനുഷ്യനാണ് ഈ ഗേഹസി എന്ന് പറയുന്നയാൾ.
അദ്ദേഹം ഈ പറയുന്ന പോലെ മഹാനായ ഒരു പ്രവാചകന്റെ ശിഷ്യനാണ്. താൻ എന്തെല്ലാമോ ആണ് എന്ന് സ്വയം വിചാരിച്ച് സ്വയം ഇല്ലാണ്ടായി പോയ ഗേഹസി നമ്മളെ പഠിപ്പിക്കുന്ന 2-3 കാര്യങ്ങൾ നമുക്കത് ഒരുമിച്ച് ചിന്തിക്കാം. ഒന്നാമതായി, അവസരങ്ങളും അവകാശങ്ങളും മാത്രം ഒരുവനെയും ജീവിതത്തിന്റെ വിജയത്തിലേക്ക് എത്തിക്കുകയില്ല എന്ന് ഗേഹസിയുടെ ജീവിതം നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. അവസരങ്ങളും അവകാശങ്ങളും ഒക്കെ ജീവിതത്തിൽ ഉണ്ടെങ്കിലും ഒരാളും രക്ഷപ്പെടാൻ പോകുന്നില്ല എന്നുള്ളതാണ് അതിന്റെ സത്യം. ഞാനിപ്പോ പറഞ്ഞ പോലെ ഗേഹസി ആ ദൈവപുരുഷന്റെ ശിഷ്യനാണ്, അവകാശം പറയുവാൻ യോഗ്യനാണ്, ഇതിന്റെ ജീവിതത്തിൽ എല്ലാവിധമായ പ്രിവിലേജോടും കൂടി ആ ഗുരുവിനോടൊപ്പം ചേർന്ന് നടന്നൊരു മനുഷ്യനാണ്. പലപ്പോഴും ഏലീശ കാര്യങ്ങൾ ചോദിക്കുകയും മനസ്സിലാക്കുകയും ചെയ്യുന്നത് ഗേഹസിയോടാണ്. ഏലീശയും ഗേഹസിയും കൂടെ യാത്ര ചെയ്യുമ്പോൾ ശൂന്യ ദേശത്ത് വരുമ്പോ അവരെ സ്വീകരിക്കുന്ന ഒരു സ്ത്രീയുടെ വീട്ടിൽ അദ്ദേഹം പോയി താമസിക്കുകയും ആ വീട്ടിലെ കാര്യങ്ങൾ എന്തെന്ന് ചോദിച്ചറിയുവാൻ തക്കവണ്ണം ഏലീശ ഏർപ്പാടാക്കുകയും ചെയ്യുന്നത് ഗേഹസിയോടാണ്. പലപ്പോഴും അദ്ദേഹത്തിന്റെ ജീവിതത്തെ എടുത്തുപയോഗിക്കുവാൻ തക്കവണ്ണം ദൈവം തമ്പുരാൻ പ്രവാചകൻ മുഖാന്തരം ഉപയോഗിച്ച ഒരാൾ കൂടിയാണ് ഗേഹസി. ഗേഹസിക്ക് ഒരുപാട് അവകാശങ്ങൾ ഉണ്ടായിരുന്നു. ഈ സ്ത്രീയുടെ ജീവിതത്തിൽ പിന്നീട് ഉണ്ടാവുന്ന ദുഃഖ സാഹചര്യങ്ങളിൽ ഈ സ്ത്രീ വളരെ വേദനയോടുകൂടെ ഏലീശയുടെ കാലുകൾ പിടിക്കാൻ പോകുമ്പോൾ തുടരുത് എന്ന് പറഞ്ഞ് മാറ്റി നിർത്തുകയും തൊടുന്നതിന് മുമ്പ് എന്റെ അനുവാദം വേണം എന്നുള്ള രീതിയിലുള്ള സംസാരങ്ങളൊക്കെ അദ്ദേഹം സംസാരിക്കുന്നതായിട്ടൊക്കെ നമുക്ക് വായിക്കുമ്പോൾ മനസ്സിലാകും. അത് മാത്രമല്ല, പിന്നീട് ഈ നയമാന്റെ അടുക്കൽ പോയി ദ്രവ്യം ചോദിക്കുവാനുള്ള ധൈര്യവും തന്റെ ഇടവും ആ മനുഷ്യനുണ്ടായത് താൻ വലിയ മിടുക്കനായ ഒരു മനുഷ്യനാണ്, ശ്രേഷ്ഠനായ മനുഷ്യനാണെന്നുള്ള അഹംഭാവം ഗേഹസിക്കുണ്ടായിരുന്നു എന്നുള്ളത് ആ വേദഭാഗങ്ങൾ വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ തക്കൊണ്ട് സാധിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് പ്രവാചകൻ അവസാനം ഗേഹസിയോട് പറയുന്നത്, എന്റെ കൂടെയുള്ള സമയം എന്തിനു വേണ്ടിയിട്ടുള്ളതാണ്? പണം ഉണ്ടാക്കാനാണോ? അല്ലാതെ അത് എന്റെ കൂടെ നടന്ന് ഞാൻ നേടിയതുപോലെ ഇരട്ടി ആത്മാവിനെ നേടേണ്ടവനായ നീ നിന്റെ ജീവിതത്തിൽ എടുത്ത തീരുമാനങ്ങൾ കാരണം ജീവിതത്തിൽ നഷ്ടങ്ങൾ നിനക്ക് സംഭവിക്കുന്നു എന്ന് പറഞ്ഞ് പ്രവാചകൻ അവനെ വഴക്ക് പറയുകയും പിന്നീട് അവനെ ശപിക്കുകയും ചെയ്യുന്നുണ്ട്. അപ്പോൾ ശിഷ്യൻ എന്ന ഒരു അവകാശമോ അവസരമോ അവന്റെ ഉള്ളിൽ ദുർചിന്തയും ദുർമോഹവും ഉണർത്തി എന്നുള്ളതാണ്. അതുകൊണ്ടാണ് അവൻ അവസാനം കുഷ്ഠരോഗിയായി മാറുന്നത്. പുതിയ നിയമത്തിലേക്ക് നമ്മൾ വരുമ്പോൾ കർത്താവിന്റെ ശിഷ്യന്മാരെ നമ്മൾ കാണുന്നുണ്ട്. ക്രിസ്തുവിനോട് കൂടെ നടന്നവരാണ് അവര്. 3.5 വർഷക്കാലം കർത്താവിനോടൊപ്പം നടന്നിട്ട് ഒന്നും ആകാതെ പോയവരാണ് പല ആളുകളും കർത്താവിന്റെ ശിഷ്യന്മാർ. കർത്താവ് ഉണ്ടായിരുന്ന സമയത്തുള്ള കാര്യമാണ് ഞാൻ പറയുന്നത്. കർത്താവ് മലമേലിലേക്ക് പോകുമ്പോൾ അവർ മലയിലേക്ക് പോകുന്ന സമയത്ത് കുറെ ശിഷ്യന്മാർ താഴ്വരയിൽ നിൽക്കുന്നുണ്ടായിരുന്നു. ഒരു എപ്പിലെപ്സി ബാധിച്ച ഒരു കുട്ടിയെ കൊണ്ടുവന്ന് ഈ ശിഷ്യന്മാരുടെ അടുക്കിലേക്ക് അവരുടെ പിതാവ് കൊണ്ടുവരുമ്പോൾ ആ ശിഷ്യന്മാർക്ക് യാതൊന്നും ചെയ്യുവാൻ സാധിച്ചില്ല എന്നുള്ളതാണ് വാസ്തവം. കർത്താവിനോടൊപ്പം നടന്ന ശിഷ്യരാണ്. കർത്താവ് തിരിച്ച് മലയിൽ നിന്ന് ഇറങ്ങി വരുമ്പോൾ ശിഷ്യന്മാരെ അതിനായി ശാസിക്കുകയും ചെയ്യുന്നുള്ള നമ്മൾ വേദഭാഗത്തിൽ വായിക്കുന്നുണ്ട്. അപ്പൊ കർത്താവിന്റെ കൂടെ നടന്നിട്ടും കർത്താവിനോടൊപ്പമായിട്ടും കർത്താവ് ചെയ്യുന്ന അടയാളങ്ങളൊക്കെ കണ്ടിട്ടും തിരിച്ച് ഒരു പ്രവൃത്തി പോലും ചെയ്യുവാൻ കഴിയാതെ പോയിട്ടുള്ള ശിഷ്യന്മാരെ നമ്മൾ ഇവിടെ കാണുന്നുണ്ട്. പലപ്പോഴും കർത്താവ് പറയുന്ന വാക്കുകളുടെ പൊരുൾ മനസ്സിലാക്കാൻ പോലും പലപ്പോഴും ശിഷ്യന്മാർക്ക് സാധിച്ചിട്ടില്ലെങ്കിൽ മർക്കോസിന്റെ സുവിശേഷം 6-ാം അധ്യായം അതിന്റെ 52-ാമത്തെ വാക്യത്തിൽ നമ്മളത് വായിക്കുന്നുണ്ട്. കർത്താവ് എന്താണോ പറയുന്നതെന്ന് പോലും മനസ്സിലാക്കുവാൻ കഴിയാതെ പോയ ശിഷ്യന്മാരെ കുറിച്ച് നമ്മൾ ഇവിടെ കാണുകയാണ്. നമ്മൾ എങ്ങനെയാണ്, നമ്മൾ പ്രത്യേകിച്ച് ഞാൻ ആദ്യം പറഞ്ഞതുപോലെ നമ്മളെല്ലാവരും ക്രിസ്ത്യാനികളായി വിളിക്കപ്പെട്ടവരാണ്. നമ്മൾ എങ്ങനെയാണ് ക്രിസ്തുവിനോടൊപ്പം നടക്കുന്നവരെന്ന് അവകാശപ്പെടുന്നവരാണ് നമ്മൾ. അങ്ങനെ ക്രിസ്തുവിനോടൊപ്പം നടക്കുന്ന നമ്മൾക്ക് ഈ അവകാശം പറയുന്ന നമ്മൾക്ക് ക്രിസ്തുവിനെ പോലെ ആകാൻ തക്കവണ്ണം സാധിച്ചിട്ടുണ്ടോ എന്നുള്ളത് ഒരു വലിയൊരു ചോദ്യമാണ്. കർത്താവ് ആഗ്രഹിക്കുന്നത് അത് തന്നെയാണ്. നമ്മളെ സഭാപിതാക്കന്മാരൊക്കെ പ്രത്യേകിച്ച് സെയിന്റ് അഗസ്റ്റിൻ ഒക്കെ പറയുന്ന ഒരു കാര്യം, വി ഹാവ് ടു ഇമിറ്റേറ്റ് ദ ക്രൈസ്റ്റ്. ജീവിതത്തിൽ ഒരു ക്രിസ്ത്യാനി എന്ന നിലയിൽ നമ്മൾ വിളിച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ പ്രധാനപ്പെട്ട ദൗത്യം വി ഹാവ് ടു ഇമിറ്റേറ്റ് ദ ക്രൈസ്റ്റ്. ക്രിസ്തുവിനെ അനുകരിക്കുന്നവരാകണം, ക്രിസ്തുവിനെ പോലെ ആകുന്നവരായിരിക്കണം. അല്ല ക്രിസ്തു ചെയ്ത എന്തെങ്കിലുമൊക്കെ ജീവിതത്തിൽ നന്മകൾ ചെയ്യുന്നവരായിരിക്കണം. പക്ഷെ അൾട്ടിമേറ്റ്ലി നമ്മൾ ക്രിസ്ത്യാനികളായി നമ്മൾ കഴുത്തിൽ കുരിശിട്ട് നടക്കുന്ന എന്നെ പോലെ ഞാൻ കറുത്ത കുപ്പായവും തുപ്പിയും വെച്ച് ഞാൻ എന്റെ ജീവിതത്തിൽ ഇങ്ങനെ നടക്കുന്നുണ്ട് എന്നപ്പുറം ക്രിസ്തുവിനെ റിഫ്ലക്ട് ചെയ്യുവാൻ, ക്രിസ്തു നൽകിയ നൽവരങ്ങളെ റിഫ്ലക്ട് ചെയ്യുവാൻ, ക്രിസ്തുവിനെ എന്റെ ജീവിതത്തിലൂടെ കാണിച്ചു കൊടുക്കുവാൻ സാധിക്കുന്നുണ്ടോ എന്നുള്ളത് നമ്മൾ പലപ്പോഴും ചിന്തിക്കേണ്ടത് അത്യാവശ്യമാണ്. എന്തുകൊണ്ടാണ് നമ്മൾ ഒരുപാട് പ്രാർത്ഥിക്കുന്നത്? ഇപ്പൊ ഇത്രയും 52-55 ആളുകൾ കൂടിയിട്ടുണ്ട്. നമ്മൾ എല്ലാവരും ഒരു മനസ്സോടു കൂടി പ്രാർത്ഥിക്കുന്നുണ്ട്. പക്ഷെ നമ്മൾ എത്രത്തോളം പ്രാർത്ഥിക്കുന്നുണ്ടോ അത്രത്തോളം നമ്മൾ വിശുദ്ധരായി തീരണമെന്നുള്ളതാണ് അതിന്റെ അർത്ഥം. നമ്മൾ എത്രത്തോളം പ്രാർത്ഥിക്കുന്നുവോ അത്രത്തോളം വിശുദ്ധിയുടെ വഴിയിലേക്ക് നയിക്കപ്പെടണം എന്നുള്ളതാണ്. പലപ്പോഴും നമുക്ക് സംഭവിച്ചു പോകുന്നത്
ആത്മീയമായ അപജയങ്ങൾ നമ്മുടെ ജീവിതത്തിൽ സംഭവിച്ചു പോകുന്നു എന്നുള്ള ഒരു വാസ്തവമാണ്. അപ്പൊ അതുകൊണ്ട് ദൈവം തമ്പുരാൻ, നമ്മൾ യഹോവയായ ദൈവം നമ്മളോട് പറയുന്ന കാര്യം എന്താണ്? ഈ അവസരങ്ങളും അവകാശങ്ങളും നമ്മൾ പറയുന്നതിലല്ല കാര്യം. നമ്മൾ പാലിക്കേണ്ടതായിട്ടുള്ള ചില ചിട്ടകൾ, പ്രത്യേകിച്ച് ക്രിസ്ത്യാനികളായ നമ്മൾ പാലിക്കേണ്ടതായ ചില ചിട്ടകൾ നമുക്കുണ്ട്. ഒന്നാമതായി, വി ഹാവ് ടു ബി അട്രാക്റ്റീവ് ഗോഡ്. ദൈവത്തോട് നമ്മൾ ചേർന്ന് നിൽക്കുവാൻ തക്കവണ്ണം ഇടയാകണം. ദൈവത്തിന്റെ ആകർഷണ വലയത്തിലേക്ക് നമ്മൾ വന്നു ചേരണം എന്നുള്ളതാണ്. യോഹന്നാന്റെ സുവിശേഷത്തിൽ കർത്താവ് പറയുന്നു, യേശുവരാൻ പറയുന്നുണ്ടല്ലോ, എന്റെ പിതാവ് ആകർഷിക്കാതെ ഒരുവനും എന്റെ അടുക്കിലേക്ക് വരികയില്ല എന്ന്. നമ്മളെല്ലാവരും ആ ദൈവത്തിന്റെ ആകർഷണ വലയത്തിലേക്ക് കടന്നു വരണമെന്നുള്ളതാണ് ഒന്നാമതായി. രണ്ടാമതായി, വി ഹാവ് ടു ലെൻഡ് അവർ ഇയേഴ്സ്. കേൾപ്പാൻ ചെവിയുള്ളവരായിരിക്കണം. പലപ്പോഴും ഞാൻ ഉൾപ്പെടെ സംഭവിക്കുന്ന ഒരു കാര്യം, നമ്മൾക്ക് വചനം കേൾക്കുന്നവരും പ്രാർത്ഥിക്കുന്നവരുമാണ്. ഒരു ചെവിയിൽ കൂടെ കയറി മറ്റേ ചെവിയിൽ കൂടെ പോകുന്നതല്ലാതെ നമ്മുടെ ജീവിതത്തിൽ ഒരു റിഫ്ലക്ഷൻ ഉണ്ടാകുന്നില്ല എന്നുള്ളതാണ് നമുക്കുണ്ടാവുന്ന ഏറ്റവും വലിയ അപജയം. അപ്പൊ ജീവിതത്തിൽ എപ്പോഴും ഉണ്ടാകേണ്ടത് വി ഹാവ് ടു ലെൻഡ് അവർ ഇയേഴ്സ്. മൂന്നാമതായി, നമ്മൾ കേൾക്കുന്ന കാര്യങ്ങളുണ്ട്, വി ഹാവ് ടു ലേൺ ഫ്രം ഇറ്റ്. നമ്മൾ അതിൽ നിന്ന് പഠിക്കണം. ജീവിതത്തിന്റെ ഉൾക്കാമ്പുകളെ മനസ്സിലാക്കി നമ്മൾ പഠിക്കണം എന്നുള്ളതാണ്. അതുകൊണ്ട് കർത്താവ് പറയുന്നത്, നിങ്ങൾ കണ്ടിട്ടും കാണാതെയും കേട്ടിട്ടും കേൾക്കാതെയും ഇരിക്കത്തക്ക വേണം നിങ്ങളുടെ ഹൃദയം തടിച്ചു. പരീശന്മാരെ കുറിച്ചാണ് പറയുന്നത്. പക്ഷേ ഇന്ന് ക്രിസ്ത്യാനികളായ നമ്മളെ കുറിച്ചും പറയേണ്ട വാക്ക് ഇത് തന്നെയാണ്, നമ്മുടെ ഹൃദയം വല്ലാണ്ട് തടിച്ചുപോയി എന്നുള്ളതാണ്. നാലാമതായി, പ്രാക്ടീസ് ഇൻ ലൈഫ്. നമ്മൾ കേൾക്കുകയും റിഫ്ലക്ട് ചെയ്യുക മാത്രമല്ല, നമ്മൾ ഹാവ് ടു പ്രാക്ടീസ് ഇൻ ലൈഫ്. എന്റെ പിതാവിന്റെ ഇഷ്ടം ചെയ്യുന്നവനാണ് എന്റെ മകനും മകളും എന്ന് കർത്താവ് പറയുമ്പോൾ അതിന്റെ അർത്ഥം എന്താണ്? കേൾക്കുക മാത്രമല്ല, ദൈവത്തോട് ആകർഷണ വലയത്തിൽ ചേരുക മാത്രമല്ല, ജീവിതത്തിൽ അത് പ്രാക്ടീസ് ചെയ്യുവാനുള്ള ഒരു വലിയ ധർമ്മം കൂടി നമുക്കുണ്ട്. ഈ ഗേഹസിയെ പോലെ നാം അധികാരമുള്ളവരായി നമ്മൾ പറയുന്നതിൽ, ഞാൻ ക്രിസ്ത്യാനിയാണ്, നസ്രായനെ പിൻപറ്റുന്നവരാണ്, നസ്രാണിയാണ്, നല്ല ഓർത്തഡോക്സുകാരനാണ്, നല്ല കുടുംബത്തിൽ പിറന്നവനാണ്, ക്രിസ്തീയ പാരമ്പര്യത്തിൽ ജനിച്ചു വളർന്നവനാണ് എന്ന് പറഞ്ഞതിൽ യാതൊരു അർത്ഥമില്ല. ആ അവകാശങ്ങളിൽ അല്ല ദൈവം നിൽക്കുന്നത്. നമ്മളുടെ ജീവിതത്തിൽ, നമ്മുടെ സാക്ഷ്യത്തിലാണ് നമ്മുടെ ജീവിത വിശുദ്ധി നിൽക്കുന്നത് എന്നുള്ളത് നമ്മൾ മറന്നു പോകരുത്. രണ്ടാമതായി, യഥാർത്ഥ സമ്പത്ത് എന്താണെന്നുള്ള തിരിച്ചറിവ് ഉയർച്ചയിലേക്ക് എത്തിക്കുമെന്നുള്ളതാണ്. ഇത് ഗേഹസി നമ്മളെ പഠിപ്പിക്കുന്നത്. ഗേഹസി തന്റെ ജീവിതത്തിൽ തന്റെ ഏറ്റവും വലിയ സമ്പാദ്യം എന്താണ് എന്നുള്ള ബോധ്യം ഗേഹസിക്ക് ഇല്ലായിരുന്നു. ഗേഹസി എലീശയുടെ കൂടെ നടക്കുമ്പോഴൊക്കെയും ഗേഹസി ആഗ്രഹിക്കേണ്ടത് ഇരട്ടി ആത്മാവിനെയാണ്. എലീശ ഏലിയാവിൽ നിന്ന് ഇരട്ടി ആത്മാവിനെ ആഗ്രഹിച്ച് ചോദിച്ചു മേടിച്ചെങ്കിൽ, അതുപോലെ തന്നെ എലീശയിൽ നിന്നും ഇരട്ടി ആത്മാവിനെ ചോദിച്ചു മേടിക്കുവാൻ തക്കവണ്ണം ശ്രമിക്കേണ്ടവനാണ് ഈ ഗേഹസി. പക്ഷേ ഗേഹസി അത് ശ്രമിക്കാതെ അവന്റെ മനസ്സ് മുഴുവൻ പണം സമ്പാദിക്കുന്നതിൽ മാത്രമായി പോയി എന്നുള്ളതാണ്. ഈ ഗേഹസിയുടെ ജീവിതം എടുത്തു നോക്കുമ്പോൾ ഏലീശ ഈ ഗേഹസി പറഞ്ഞു വിടുന്നുണ്ട്, ശൂനേംകാരത്തിയുടെ മകനെ ഉയർപ്പിക്കാൻ തക്കവണ്ണം തനിക്ക് മുൻപായി പറഞ്ഞു വിടുന്നത് ഗേഹസിയാണ്. എലീശ തന്റെ കയ്യിലുള്ള വടി കൊടുത്തിട്ടാണ് ഗേഹസിയെ പറഞ്ഞു വിടുന്നത്. നിങ്ങൾ 2 രാജാക്കന്മാർ 4-ാം അധ്യായം അതിന്റെ 29-ാമത്തെ വാക്യം വായിക്കുമ്പോൾ അറിയാം, ഈ മനുഷ്യനെ പറഞ്ഞു വിടുന്നുണ്ട്. പക്ഷെ ഈ ഗേഹസി ആ ഭവനത്തിൽ ശൂനേംകാരത്തിയുടെ വീട്ടിൽ പോയി മകന്റെ അടുക്കൽ പോകുന്നുണ്ട്. പക്ഷെ അദ്ദേഹത്തിന് യാതൊന്നും ചെയ്യുവാൻ സാധിക്കാൻ പറ്റാതെ പോയി ആ മനുഷ്യന്. അപ്പൊ കൂടെ നടന്നിട്ടും ഒരു നൽവരവും പ്രാപിക്കാതെ പോയ ഗേഹസിയുടെ ചിന്ത, ഞാൻ മുമ്പ് പറഞ്ഞതുപോലെ, യഥാർത്ഥ ഉയർച്ച ധനമാണ് എന്നുള്ളത് കൊണ്ട് മാത്രമാണ്. ധനം മോഹിച്ചു പോയ ഗേഹസിക്ക് അവസാനം ലഭിക്കുന്നത് കുഷ്ഠരോഗമാണെന്നുള്ളത് നമ്മൾ പറയുന്നുണ്ട്. പരിശുദ്ധനായ പൗലോസ്ലീഹ കുറിച്ച് നമ്മുടെ പൗലോസ്ലീഹയുടെ ജീവിതം പഠിക്കുമ്പോൾ അറിയാം, അദ്ദേഹം വളരെ അറിവുള്ള ഒരു മനുഷ്യനായിരുന്നു. ജീവിതത്തിൽ ഒരുപാട് നേട്ടങ്ങൾ കൊയ്യുവാൻ കഴിവുള്ളവനായിരുന്നു. സമൂഹത്തിൽ ഉന്നത പദവി വഹിച്ചിരുന്ന ഒരു മനുഷ്യനാണ്. പക്ഷെ അദ്ദേഹം പറയുന്ന ഒരു വാക്കുണ്ട്, ക്രിസ്തുവിന്റെ സ്നേഹ നിമിത്തം സകലതും ഞാൻ ചവറെണ്ണുന്നു എന്നാ പറയുക. ജീവിതത്തിൽ യഥാർത്ഥ സമ്പത്ത് എന്താണ്? ക്രിസ്തുവാണ് എന്നുള്ള തിരിച്ചറിവാണ് പരിശുദ്ധനായ പൗലോസ്ലീഹ തന്റെ വാക്കുകളിലൂടെ പറയുക. ഒരു ധനവാനായ യുവാവ് വന്ന് യേശുവിനോട് ചോദിക്കുന്നു, കർത്താവേ, നിത്യജീവൻ പ്രാപിക്കുവാൻ ഞാൻ എന്ത് ചെയ്യണം? കർത്താവ് ഉടനെ മറുപടി പറയുന്നത്, നിന്റെ ധനമെല്ലാം വിറ്റ് നീ എന്റെ പിന്നാലെ വരിക എന്ന് പറയുക. അവൻ വളരെ ധനവാനായതുകൊണ്ട് അവൻ വളരെ വിഷമിച്ച് തിരിച്ചു പോയെന്നാ പറയുക. അപ്പൊ യഥാർത്ഥ സമ്പത്ത് എന്താണ് ജീവിതത്തിൽ നമ്മൾ നേടിയെടുക്കേണ്ടത് എന്നുള്ള ഉറച്ച ബോധ്യം നമുക്ക് എപ്പോഴും ഉണ്ടാകണം. ഇന്ന് ഈ ലോകത്തിൽ നമ്മൾ ജീവിക്കുമ്പോൾ നമുക്ക് സമ്പാദ്യം വേണം, സമ്പത്ത് വേണം, യാതൊരു സംശയമില്ല. ഈ ലോകത്തിലെ കാര്യങ്ങളിൽ, വ്യവഹാരങ്ങളിൽ പണത്തിന്റെ ആവശ്യമുണ്ട്. പക്ഷേ നമ്മുടെ ഹൃദയം ആ പണത്തിൽ മാത്രമാകുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ ആത്മാവിനെ നമുക്ക് നഷ്ടപ്പെടും എന്നുള്ളതാണ്. നമ്മുടെ ജീവിതത്തിൽ നേടിയെടുക്കേണ്ട പ്രധാനപ്പെട്ട കാര്യം ആ ദൈവത്തിന്റെ നിത്യജീവൻ, ആ നിത്യജീവന്റെ അനുഭവം നമുക്ക് നേടിയെടുക്കണമെന്നുണ്ടെങ്കിൽ ഉള്ളിലുള്ള ധനമോഹം നമ്മൾ നഷ്ടപ്പെടുത്തി ദൈവമോഹം നമ്മുടെ ഹൃദയങ്ങളിൽ വർദ്ധിപ്പിക്കുകയും ആ നിത്യജീവന് വേണ്ടി നമ്മൾ ശ്രമിക്കുകയും ചെയ്യണം. യൂദായുടെ ജീവിതം നമുക്കറിയാം.
അദ്ദേഹത്തിന്റെ ജീവിതത്തിന്റെ വീഴ്ചയ്ക്കുള്ള പ്രധാന കാരണവും ധനമോഹം തന്നെയായിരുന്നു. കർത്താവിന്റെ ശിഷ്യൻ എന്ന്, 12 ശിഷ്യന്മാരിൽ ഒരുവൻ എന്ന് വിളിക്കപ്പെടേണ്ട മനുഷ്യൻ അവസാനം ധനമോഹത്താൽ വീണുപോയി തള്ളപ്പെട്ടവനായി മാറ്റപ്പെട്ടു എന്നുള്ളതാണ്. അപ്പം നമ്മുടെ ഈ ശിഷ്ടകാലം, ഇനിയുള്ള ജീവിത ദൈവികമായ വരം നേടിയെടുക്കേണ്ട സമയങ്ങളാണെന്ന് നമ്മൾ മനസ്സിലാക്കുകയും അതുപോലെ തന്നെ ജീവിക്കാൻ തക്കവണ്ണം ശ്രമിക്കുകയും ചെയ്യണം. ഗേഹസിക്ക് സംഭവിച്ചു പോയ വലിയ വീഴ്ച നമ്മുടെ ജീവിതത്തിൽ ഒരു നാളും സംഭവിക്കാതിരിക്കട്ടെ. യഥാർത്ഥമായ സമ്പത്ത് ഈ ലോകത്തിലെ നേട്ടങ്ങൾ കൊയ്യുന്നതിലല്ല, മറിച്ച് ഇഹലോകവാസം വിട്ട് ദൈവത്തോടൊപ്പം ചേരുകയും ആ നിത്യജീവന്റെ അനുഭവം പ്രാപിക്കുകയും ചെയ്യുന്നത് ഏറ്റവും വലിയ അനുഭവമാണ്, ഏറ്റവും വലുത് എന്ന്, ഏറ്റവും വലിയ സമ്പാദ്യം എന്ന് ചിന്തിക്കുവാൻ തക്കവണ്ണം ഇടയാകട്ടെ. അവസാനമായി, മൂന്നാമതായി, ഗുരുവിന്റെ മഹത്വത്തെ പുകഴ്ത്തുന്നവനല്ല, അതിലെ പങ്കാളികൾക്കാണ് സ്ഥാനമെന്ന് ഗേഹസി നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. നിങ്ങൾ 2 രാജാക്കന്മാർ 8-ാം അധ്യായം അതിന്റെ 1 മുതൽ 6 വരെയുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ അറിയാം, ഏലീശായുടെ ശിഷ്യനായ ഗേഹസി രാജകൊട്ടാരത്തിൽ നിന്ന് ഇരുന്നുകൊണ്ട് തന്റെ പ്രവാചകനായ ഏലീശയെ കുറിച്ച് വാതോരാതെ പുകഴ്ത്തി പറയുന്നത് നിങ്ങൾ വായിക്കുന്നുണ്ട്. ഗുരുവിനോടൊപ്പം ജീവിച്ച ഗേഹസിയെ കുറിച്ച് നാളെ പറയേണ്ടവരാണ് ലോകം. പക്ഷെ ഗേഹസി എന്താ ചെയ്യുക? ഗേഹസി വേറൊരു കൊട്ടാര വളപ്പിലിരുന്ന് തന്റെ ഗുരുവിന്റെ മഹത്വത്തെ പാടി പുകഴ്ത്തിക്കൊണ്ടിരിക്കുകയാണ്. ആ ശൂനേംകാരത്തി സ്ത്രീയെ കുറിച്ചും ഉയർപ്പിച്ച മകനെ കുറിച്ചും തന്റെ പ്രവാചകനായ ഏലീശ ചെയ്ത വലിയ അടയാളങ്ങളെ കുറിച്ചും ഒക്കെ ഈ ഗേഹസി ഈ രാജാവിനോട് പറയുമ്പോഴാണ് ഈ ശൂനേംകാരത്തി സ്ത്രീയും മകനും കൂടെ രാജാവിനെ കാണുവാൻ തക്കവണ്ണം അങ്ങോട്ട് കടന്നു വരുന്നത്. അപ്പോഴാണ് പറയുന്നത്, ഗേഹസി പറയുന്നുണ്ട്, ഞാൻ പറഞ്ഞുകൊണ്ടിരുന്ന, നിന്നോട് രാജാവെ അങ്ങയോട് പറഞ്ഞുകൊണ്ടിരുന്ന ആ സ്ത്രീയും മകനുമാണ് വന്നിരിക്കുന്നത്. അപ്പൊ അങ്ങനെ വളരെ വാതോരാതെ പ്രവാചകനെ കുറിച്ച് പറയുകയും പ്രവാചകന്റെ മഹത്വത്തെ വർണ്ണിക്കുകയും ചെയ്തുകൊണ്ടിരുന്ന ഈ ഗേഹസി നമ്മൾ കാണുന്നുണ്ട്. ശരിക്കും ഞാനിപ്പോ പറഞ്ഞതുപോലെ ഗുരുവിന്റെ മഹത്വത്തെ പുകഴ്ത്തുകയല്ല, ആ ഗുരുവിന്റെ മഹത്വത്തിൽ പങ്കാളിയാവാൻ ഗേഹസിക്ക് സാധിച്ചില്ല എന്നുള്ളതാണ് ആ ഗേഹസിക്ക് ഉണ്ടായ ജീവിതത്തിലെ ഏറ്റവും വലിയ അപജയം. അപ്പം ക്രിസ്തുവിന്റെ ഈ നയമാന്റെ അടുത്ത് നിന്ന് പണം മേടിച്ച് ഈ ഗേഹസി തിരിച്ച് വീട്ടിൽ പോയി അത് സൂക്ഷിച്ചു വെച്ച് ആരും കാണാതെ ഒളിപ്പിച്ചു വെച്ച് തിരിച്ച് ഏലീശ പ്രവാചകനെ കാണാൻ തക്കവണ്ണം ഈ ഗേഹസി വരുന്നുണ്ട്. അപ്പം പറയുന്ന ഒരു ചോദ്യമുണ്ട്, നീ എന്നെ വിട്ടു പോയപ്പോൾ ഞാൻ നിന്റെ ഹൃദയത്തിൽ ഞാൻ കൂടെ വന്നില്ലയോ? ഞാൻ നിന്റെ കൂടെ ഉണ്ടായിരുന്നില്ലയോ? നിന്റെ ഹൃദയം എവിടെ പോയി? നിന്റെ മനസ്സ് എവിടെ പോയി? നിന്റെ ജീവിതത്തിന്റെ താല്പര്യങ്ങൾ എവിടെ പോയി? നീ പണം സമ്പാദിക്കുവാൻ വേണ്ടി അല്ലെങ്കിൽ നേട്ടങ്ങൾ കൊയ്യുവാൻ വേണ്ടി നീ ഓടിപ്പോയോ? അതുകൊണ്ട് നിന്റെ ജീവിതത്തിൽ നഷ്ടങ്ങൾ മാത്രമേ സംഭവിക്കുകയുള്ളൂ എന്ന് പറഞ്ഞ് അദ്ദേഹത്തെ ശപിക്കുന്ന ഒരു ചിത്രം കൂടി കാണുന്നുണ്ട്. അപ്പൊ നമ്മൾ എല്ലാവരും ക്രിസ്തുവിന്റെ മഹത്വത്തെ പാടി നടക്കുന്നവരാണ്. ഇപ്പോൾ നമ്മൾ പാട്ട് പാടിയപ്പോഴാണെങ്കിലും വചനങ്ങൾ വായിക്കുമ്പോഴാണെങ്കിലും എപ്പോഴും കർത്താവിന്റെ മഹത്വത്തെ പാടി നടക്കുകയാണ്. പക്ഷെ കർത്താവിന്റെ മഹത്വത്തിൽ പങ്കാളികളാവുന്നവർക്കാണ് ജീവിതത്തിൽ എപ്പോഴും സ്ഥാനം ഉണ്ടാവുക എന്നുള്ളത് നമ്മൾ മറന്നു പോകരുത്. വി ഹാവ് ടു ബി എ പാർട്ടിസിപ്പന്റ് ഇൻ ഹിസ് ഗ്ലോറി എന്നുള്ളത് ദൈവത്തിന്റെ മഹത്വത്തിൽ പങ്കാളികളാവാനാണ് നമ്മളെ വിളിച്ചിരിക്കുന്നത്. അല്ലാതെ അവകാശം പറയുന്നവരിലല്ല, പങ്കാളികൾക്കാണ് ആ സ്ഥാനം. അതുകൊണ്ടാണ് 10 കന്യകമാരുടെ ഉപമയിൽ പറയുന്നത് പോലെ തന്നെ വന്ന് അകത്ത് പ്രവേശിക്കുക എന്ന് പറയുന്ന ഇമ്പകരമായ ശബ്ദം കേൾക്കുവാനാണ് എന്നെ നിങ്ങളെ വിളിച്ചിരിക്കുക. അല്ലാതെ ഞാൻ നിങ്ങളെ അറിയുന്നില്ല എന്ന് പറയുന്ന വേദനാജനകമായ വാക്ക് കേൾക്കുവാനല്ല ദൈവം വിളിച്ചിരിക്കുന്നത്. ദൈവം തമ്പുരാൻ നമ്മളെ വിളിച്ചിരിക്കുന്നത് അവകാശത്തിന്റെ, കർത്താവിന്റെ അവകാശത്തിന്റെ പങ്കാളികളാകുവാൻ ആണ് നമ്മളെ വിളിച്ചിരിക്കുന്നത്. ഒരു ചെറിയ കഥ പറഞ്ഞുകൊണ്ട് ഞാൻ എന്റെ കർത്തവ്യത്തിൽ വിരമിച്ചോളാം. ഒരു സൂഫി സന്യാസിയുടെ കഥയാണ്. ആ മനുഷ്യൻ ഈ ലോകത്തിൽ ജീവിച്ചിരുന്ന കാലഘട്ടത്തിൽ വളരെ ചെറിയ രീതിയിൽ തുച്ഛമായി ജീവിച്ചൊരു മനുഷ്യനാണ്. വഴിയിൽ കിട്ടുന്ന പാത്രങ്ങളും ചെറിയ ചെറിയ ഭക്ഷണ സാധനങ്ങളും ഒക്കെ എടുത്ത് അതുകൊണ്ട് കൊടുത്ത് കടയിലൊക്കെ കൊണ്ട് കൊടുത്ത് അത് വിറ്റ് ചെറിയ സമ്പാദ്യങ്ങൾ നേടി ചെറിയ രീതിയിൽ ജീവിക്കുകയും ആരെയും ദ്രോഹിക്കാതെ, ആരോടും മിണ്ടാതെ, വലിയ സംസാരങ്ങളോ ബഹളങ്ങളോ ഇല്ലാതെ ഈ ലോകത്ത് ജീവിച്ച ആ മനുഷ്യൻ കടന്നു പോകുന്നുണ്ട്. മരിച്ച് സ്വർഗത്തിലേക്ക് ചെല്ലുമ്പോൾ അദ്ദേഹത്തെ വിധിക്കുവാൻ തക്കവണ്ണം മാലാഖമാര് വരുമ്പോൾ മാലാഖമാരോട് അയാൾ പറയുന്ന, ആ സൂഫി സന്യാസി പറയുന്ന ഒരു കാര്യമുണ്ട്, ഞാൻ ഈ ഭൂമിയിൽ അനേകം വീഴ്ചകൾ സംഭവിച്ച ഒരു മനുഷ്യനാണ് ഞാൻ എന്ന് ആ മനുഷ്യൻ വളരെ തുറന്ന് സമ്മതിക്കുന്നുണ്ട്. പക്ഷേ ആരെയും ദോഷമായി ഞാൻ യാതൊന്നും ആർക്കും ഒന്നും ചെയ്തിട്ടില്ല, ആരെയും വിധിച്ചിട്ടുമില്ല. ഈ 2 കാര്യങ്ങൾ അദ്ദേഹം സ്വയമേ ക്ലെയിം ചെയ്യുന്നത്. ഞാൻ ആർക്കും ദോഷം ചെയ്തിട്ടുമില്ല, ഞാൻ ആരെയും വിധിച്ചിട്ടുമില്ല. അപ്പൊ മാലാഖമാർ പറയുന്ന ഒരു കാര്യമുണ്ട്, ജീവിതത്തിൽ ആരെയും വിധിക്കാത്ത ഒരാളെ ഞങ്ങൾ എങ്ങനെയാണ് വിധിക്കുക? അതുകൊണ്ട് നീ അകത്ത് സ്വർഗത്തിലേക്ക് പ്രവേശിക്കുക പറയും. ഈ കഥയുടെ മൂല്യം, അതിന്റെ ആഴം ഇത്ര മാത്രമേ ഉള്ളൂ. ഈ ഭൂമിയിൽ നമ്മൾ ജീവിക്കുമ്പോൾ നമുക്ക് അവകാശപ്പെടാൻ എന്താണ് ഉള്ളത് എന്നുള്ളതാണ്. നമ്മൾ എന്താണ് അവകാശപ്പെടുക? ഈ പറയുന്ന ക്രിസ്ത്യാനി എന്ന ലേബൽ എന്ന അവകാശം കൊണ്ട്
സ്വർഗരാജ്യത്തിൽ പ്രവേശിക്കാമെന്ന് നമ്മൾ വിചാരിക്കുന്നുണ്ടെങ്കിൽ നമ്മൾ മൂഢസ്വർഗത്തിലാണ് ജീവിക്കുന്നത് എന്നുള്ളത് മറന്നു പോകരുത്. നമുക്ക് ലേബൽ കൊണ്ട് യാതൊരു കാര്യമില്ല. നമ്മള് കഴുത്തിൽ ഒരു കുരിശിട്ടത് കൊണ്ട് കാര്യമില്ല. എല്ലാ ദിവസവും കുർബാന അനുഭവിച്ചത് കൊണ്ട് മാത്രം കാര്യമില്ല. നമ്മുടെ ജീവിതത്തിൽ റിഫ്ലക്ട് ചെയ്യേണ്ടതായിട്ടുള്ള ചില കാര്യങ്ങളുണ്ട്. നമ്മുടെ ജീവിതത്തിൽ നമ്മൾ കാണിച്ചു കൊടുക്കേണ്ടതായിട്ടുള്ള ചില കാര്യങ്ങളുണ്ട്. അവകാശം പറയുന്നതിലും കൂടെ നടക്കുന്നതിലുമല്ല, കർത്താവ് എങ്ങനെയാണോ ജീവിച്ചത് അതുപോലെ ജീവിക്കുവാനും ആ ജീവിതത്തെ ഇമിറ്റേറ്റ് ചെയ്യുവാനും ആ ക്രിസ്തുവിനോട് ചേർന്ന് ജീവിക്കുന്ന, ക്രിസ്തുവിനെ കാണിച്ചു കൊടുക്കാൻ കഴിയുന്ന ഒരു ജീവിതം ഉണ്ടാക്കിയെടുക്കുവാനും നമുക്ക് സാധിക്കണം. ക്രിസ്തു സ്നേഹിച്ചതുപോലെ നമ്മുടെ കൂടെയുള്ളവരെ സ്നേഹിക്കുവാനും, ക്രിസ്തു കരുതിയതുപോലെ മറ്റുള്ളവരെ കരുതുവാനും, ക്രിസ്തു ക്ഷമിച്ചതുപോലെ മറ്റുള്ളവരോട് ക്ഷമിക്കുവാനും, ക്രിസ്തു ചേർത്ത് പിടിച്ചതുപോലെ മറ്റുള്ളവരെ ചേർത്ത് പിടിക്കുവാനും, ക്രിസ്തു മറ്റുള്ളവർക്ക് വേണ്ടി കരഞ്ഞതുപോലെ മറ്റുള്ളവർക്ക് വേണ്ടി വിലപിക്കുവാനും ഒക്കെയുമുള്ള ഒരു വിളിയും ദൗത്യം നമുക്കുണ്ട്. ഗേഹസിയുടെ ഈ പാഠം നമ്മൾ ഒരിക്കലും മറന്നു പോകരുതേ. ഗേഹസിക്ക് സംഭവിച്ചു പോയ വീഴ്ച നമ്മുടെ ക്രിസ്ത്യാനികളായ നമ്മൾക്ക് ഒരിക്കലും ഉണ്ടാകരുത്. അവകാശം പറയുന്നതിലല്ല, മറിച്ച് ആ അവകാശത്തിന് പങ്കാളികളാകുന്ന നല്ല ക്രിസ്ത്യാനികളായി തീരുവാൻ എനിക്ക് നിങ്ങൾക്കും ഇടയാകട്ടെ. അതിനായി ദൈവത്തിന്റെ പരിശുദ്ധ കൃപ എന്നെ നിങ്ങളെയും യോഗ്യരാകട്ടെ. പ്രിയപ്പെട്ട ബിബിൻ അച്ഛന്റെ വാക്കുകൾ നമ്മുടെ ജീവിതത്തെ രൂപാന്തരപ്പെടുത്തുവാൻ തക്കവണ്ണം ഇടയാകട്ടെ. പേരിനോടുള്ള നമ്മുടെ പൊരുത്തം എങ്ങനെയായിരിക്കണം? നമ്മൾ പണ്ട് തമാശയ്ക്ക് പറയുമായിരുന്നു, പശുവിനെ കണ്ടിട്ടില്ലാത്ത ആളിന് ഗോപാലൻ എന്ന് പേരിടും എന്ന് തമാശയ്ക്ക് പണ്ടൊക്കെ പറയുമായിരുന്നു. നമ്മുടെ പേരുമായി പൊരുത്തപ്പെട്ടു പോകുന്ന പലതും നമുക്ക് നഷ്ടപ്പെട്ടു പോകും എന്ന് പറഞ്ഞാൽ, പ്രതലത്തിൽ കാണുന്ന, മുകളിൽ കാണുന്ന, സൂപ്പർസ്റ്റിഷ്യസ് ആയി നമ്മൾ കണ്ടുവരുന്ന ചില കാര്യങ്ങളൊക്കെയാണ് നമ്മുടെ മനസ്സിൽ ഇങ്ങനെ പൊന്തി വരുന്ന പല കാര്യങ്ങളും. പക്ഷെ യഥാർത്ഥത്തിൽ നമ്മുടെ പേരിനോട് പൊരുത്തപ്പെട്ടു പോകുന്ന ജീവിതത്തിന്റെ അനുഭവം എത്രമാത്രം നമുക്കുണ്ട് എന്ന് ചിന്തിക്കേണ്ടത് ആവശ്യമാണ്. നമ്മളെല്ലാം പാട്ട് പാടും, എന്റെ സമ്പത്ത് എന്ന് ചൊല്ലുവാൻ യേശു മാത്രം എന്നൊക്കെ പറഞ്ഞ് നമ്മളിങ്ങനെ പാട്ടുകൾ പാടാറ്. നമ്മൾ പാടുന്നതിന്റെ അർത്ഥങ്ങളോ വായിക്കുന്നതിന്റെ അർത്ഥങ്ങളോ പറയുന്നതിന്റെ അർത്ഥങ്ങളോ പ്രസംഗിക്കുന്നതിന്റെയോ കേൾക്കുന്നതിന്റെയോ അർത്ഥങ്ങൾ എത്രമാത്രം ജീവിതത്തിൽ അത് പ്രാവർത്തികമാക്കുന്നു എന്നുള്ളത് നമ്മൾ ചിന്തിക്കേണ്ടത് ആവശ്യമാണ്. നമ്മുടെ ഈ കൂടിവരവ് കൂടുതൽ അനുഗ്രഹപ്രദമായി തീരട്ടെ. ഈ വാക്കുകൾ നമുക്കെല്ലാം നന്മയ്ക്കും അനുഗ്രഹത്തിനായി തീരട്ടെ. ഏകദേശം 100 ആളുകളോളം ഇന്ന് നമുക്ക് ഇതിന്റെ ഉള്ളിൽ കൂടി വന്നു. എല്ലാവരെയും സ്നേഹപൂർവ്വം ദൈവസന്നിധിയിൽ ഓർക്കുന്നു. എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. കൂടാൻ കഴിയാതെ പോയ ആളുകളുണ്ട്, അവരെയും ദൈവസന്നിധിയിൽ ഓർക്കുന്നു. പ്രിയപ്പെട്ട ബിബിൻ അച്ഛന്റെ വാക്കുകൾക്ക് നന്ദിയും സ്നേഹവും അറിയിക്കട്ടെ. അച്ഛന്റെ എല്ലാ പ്രവർത്തനങ്ങൾക്കും ദൈവം തമ്പുരാൻ കൂടുതൽ അനുഗ്രഹങ്ങൾ നൽകട്ടെ. 30, 60, 100 മേനിയായി ഫലം നൽകട്ടെ. ദൈവിക ശുശ്രൂഷ അർത്ഥവത്തായി, മനുഷ്യ നന്മയ്ക്കായി, ദൈവനാമം മഹത്വപ്പെടുന്നതിനായി തീരുവാൻ തക്കവണ്ണം ഇടയാകട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. ദൈവം കൂടുതലായി അനുഗ്രഹിക്കട്ടെ എന്ന് ഒരിക്കൽ കൂടി പ്രാർത്ഥിച്ചുകൊണ്ട് MMBSന്റെ സൗത്ത് വെസ്റ്റ് അമേരിക്കൻ ഡയസിസിനുള്ള നന്ദിയും സ്നേഹവും ഈ സമയത്ത് ഒരിക്കൽ കൂടി അറിയിക്കുകയും ചെയ്യും. താങ്ക് യു അച്ഛാ. വിളിച്ചതിലും എന്നെ കരുതിയതിലുമുള്ള എന്റെ ഫാദർ തീർച്ചയായിട്ടും ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കും. താങ്ക് യു. തീർച്ചയായിട്ടും. താങ്ക് യു അച്ഛാ. ബഹുമാനപ്പെട്ട ബിബിൻ ഡാനിയൽ അച്ഛനെയും അച്ഛൻ്റെ കുടുംബത്തെയും പ്രത്യേകമായി പ്രാർത്ഥനയിൽ സമർപ്പിക്കുന്നു. അച്ഛനിൽ കൂടി തമ്പുരാൻ നമ്മെ കേൾപ്പിച്ച ദൂത്, ജീവിതത്തിൽ നമുക്ക് ദൂത് കേട്ടതും ദൂത് പറഞ്ഞതും, എന്നാൽ അതിലും പ്രധാനമായി അതൊന്ന് പ്രമാണിക്കാനായിട്ട് നമുക്ക് ദൈവകൃപ ലഭിക്കണമേ എന്ന് പ്രാർത്ഥിക്കാം. ദൈവത്തെ ഏറ്റവും വലിയ അനുഗ്രഹമായി, ഒന്നാമത്തെ അനുഗ്രഹമായി ദൈവത്തെ കർത്താവിനെ റിഫ്ലക്റ്റ് ചെയ്യാൻ സാധിക്കാനും നാം ഇതെല്ലാം ആഗ്രഹിക്കും, നാം ഇതെല്ലാം പറയും. പക്ഷെ അതൊന്ന് പ്രവൃത്തിപഥത്തിൽ കൊണ്ടുവരുവാൻ ഒന്നാമത്തെ അനുഗ്രഹമായി കർത്താവിനെ ആ അനുഗ്രഹം കർത്താവിനെ ലഭിപ്പാൻ, കർത്താവിനെ സ്നേഹിപ്പാൻ സഹായിക്കണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. ആ കൃപ ലഭിക്കണമേ എന്ന് ബഹുമാനപ്പെട്ട അച്ഛന്മാരും തിരുമേനിയും എല്ലാം നമുക്ക് വേണ്ടിയും പ്രാർത്ഥിക്കണം, ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ എന്ന് അപേക്ഷിക്കുന്നു. ധാരാളം ദൂതുകൾ കേൾക്കുമ്പോൾ അതെല്ലാം നല്ലതാകുന്നു. ഇപ്പോൾ തന്നെ നമുക്കത് പ്രാവർത്തികമാക്കാം എന്ന് വലിയ ആഗ്രഹമുണ്ടാവും. പക്ഷെ അമിതമായ ദൈവകൃപ, ഇരട്ടി ആത്മാവ്, പരിശുദ്ധാത്മാവിന്റെ സഹായം കൊണ്ട് മാത്രമേ
നമുക്ക് സാധിക്കുകയുള്ളൂ എന്നുള്ളത് കൊണ്ട് ആത്മാവിനെ തരണമേ, ആത്മാവിനെ നിറയ്ക്കണമേ. ഈ നല്ല ദൂതുകൾ ജീവിതത്തിൽ പ്രാവർത്തികമാക്കാൻ സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുകയും വീണ്ടും ബഹുമാനപ്പെട്ട അച്ഛനെയും പ്രവർത്തനങ്ങളെയും കുടുംബങ്ങളെയും ബഹുമാനപ്പെട്ട തിരുമേനിയും അഭിമന്യ തിരുമേനിയും എല്ലാവരെയും പ്രാർത്ഥന സമർപ്പിക്കുകയും ചെയ്യുന്നു. ഇപ്പോൾ പ്രാർത്ഥനയുടെ സമയമാകുന്നുവല്ലോ. പരിശുദ്ധ ബാവ തിരുമേനി ദേവസന്നിധി സമർപ്പിക്കുന്നു. എല്ലാ സഭാ നേതാക്കളെയും സമർപ്പിക്കുന്നു. വിയൊന്നിയ തോമസ് മാർ ഇവാനിയോസ് തിരുമേനിയെ സമർപ്പിക്കുന്നു. എല്ലാ തിരുമേനിമാരെയും സമർപ്പിക്കുന്നു. എബി എബ്രഹാം അച്ഛനെ സമർപ്പിക്കുന്നു. എല്ലാ അച്ഛന്മാരെയും സമർപ്പിക്കുന്നു. കൊച്ചമ്മമാരെ സമർപ്പിക്കുന്നു. അതുപോലെ എല്ലാ കൊച്ചമ്മമാരെയും അർത്ഥമറിയും സമാജം ഭാരവാഹികളെ സമർപ്പിക്കുന്നു. എല്ലാ ശമാശന്മാർ, സിസ്റ്റർമാർ, കർത്താവിന്റെ വേലയ്ക്കായിട്ട് ജീവിതം ഒഴിഞ്ഞു വെച്ച എല്ലാ മക്കള്, എല്ലാ ഇടവക പുരോഹിതന്മാര്, ആൾട്ടർ ബോയ്സ്, അവരവരുടെ ജോലിയിൽ ഇരുന്നുകൊണ്ട് തന്നെ ദൈവത്തിന്റെ നാമമഹത്വത്തിനായി പ്രവർത്തിക്കുന്ന എല്ലാ മക്കളെയും ദൈവകൃപയ്ക്ക് വേണ്ടി ദൈവകൃപ യാചിച്ചുകൊണ്ട് ദൈവസന്നിധി സമർപ്പിക്കുന്നു. ജിതിൻ ചോയ്, ഏബൽ ജോൺ, ടോണി, വിനി, ഡീക്കൻ സോളമൻ, ഡീക്കൻ റയൻ, ഇവരെല്ലാം സമർപ്പിക്കുന്നതോടൊപ്പം ലോകമെമ്പാടുമുള്ള ഇതേപോലെ ഇപ്പോൾ പുതുതായി സെമിനറീൻസ് ആയിട്ടും പുതിയതായി പട്ടം ഏറ്റവരുമായ മക്കളെയും സമർപ്പിക്കുന്നു. രോഗാവസ്ഥയിലിരിക്കുന്ന അഭിഷിക്തരെയും അല്ലാത്ത പ്രിയപ്പെട്ടവരെയും സമർപ്പിക്കുന്നു. പ്രത്യേകിച്ച് ഈ സ്ലീഹാനോം, പരിശുദ്ധ സ്ലീഹാനോമിന്റെ സമയത്ത് സ്ലീഹന്മാരുടെ മധ്യസ്ഥതയും യാചിക്കുന്നു. ബഹുമാനപ്പെട്ട പൈങ്ങോലി അച്ഛനെ സമർപ്പിക്കുന്നു. അച്ഛനെ ശുശ്രൂഷ ചെയ്യുന്ന കൊച്ചുമയും എല്ലാ കുടുംബാംഗങ്ങളെയും സമർപ്പിക്കുന്നു. ബിന്ദു, ലീന, കോശി, മോനച്ചൻ, രമണി, ഏലിയാമ്മ, ക്യാൻസർ ആയിരിക്കുന്ന ഏലിയാമ്മയെ ഓർക്കുന്നു. ഷാനു തോമസ്, എപ്പോഴും പറയുന്നത് പോലെ ആ പ്രിയപ്പെട്ട സഹോദരി കഠിനമായ സഹനത്തിലാണ്. ആ സഹോദരിക്ക് വേണ്ടി പ്രത്യേകമായി അപേക്ഷിക്കുന്നു. അരുൺ എന്ന് പറഞ്ഞ മകന് രോഗത്തോടൊപ്പം തന്നെ സാമ്പത്തിക ക്ലേശമുണ്ട്. നല്ല ഇംപ്രൂവ്മെന്റ് ദൈവം ആ മകന് കൊടുക്കുന്നുണ്ട്. അതോടൊപ്പം സാമ്പത്തികമായ സഹായവും ആവശ്യമാണ്. നാം നൽകുന്നതോടൊപ്പം തന്നെ മറ്റുള്ളവർക്കും ആ മനസ്സുണ്ടാകണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. സോണിയ, ബെഞ്ചമിൻ, ഏബ്രഹാം, ആൻമാത്തൻ, മാത്തുക്കുട്ടി, നിബു, റീന, സിൽവി, ബിന്ദു, സുസമ്മ കുറിയാക്കോസിനെ ഓർത്ത് പ്രത്യേകം പ്രാർത്ഥിക്കുന്നു. ഒരു വീഴ്ച ഉണ്ടായതാണ്, നാട്ടിൽ വന്ന് ആ മകളെ പ്രത്യേകമായി സമർപ്പിക്കുന്നു. എലിസബത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. സൂസന് വേണ്ടി സ്തോത്രം ചെയ്യുന്നു. ഡോനായ്ക്ക് വേണ്ടി സ്തോത്രം ചെയ്യുന്നു. പേരുകൾ ധാരാളമുണ്ട്. പ്രത്യേകമായി പേരെടുത്ത് പറഞ്ഞില്ലെങ്കിലും എല്ലാ മക്കളുടെയും മനസ്സിലുള്ളവരും ഇന്ന് വരെ നാം പ്രാർത്ഥിച്ചവരും പ്രാർത്ഥനയ്ക്കായിട്ട് നമ്മോട് സഹായം ആവശ്യപ്പെട്ടവർ ആ സമയത്ത് തന്നെ കർത്തൃസന്നിധിയിൽ ഇതെല്ലാം എത്തിയിട്ടുണ്ട്. സൗഖ്യം ലഭിച്ചവരും സൗഖ്യം ലഭിക്കാനിരിക്കുന്നവരും ഇപ്പോൾ ഇരിക്കുന്ന അവസ്ഥയിൽ ആ അവസ്ഥ ഓവർകം ചെയ്യാനും അതിനെ കൈകാര്യം ചെയ്യാനുമുള്ള കൃപ യാചിച്ചുകൊണ്ട് എല്ലാവരെയും ദൈവസന്നിധിയിൽ സമർപ്പിക്കുന്നു. ജന്മദിനം കൊണ്ടാടിയ ബഹുമാനപ്പെട്ട ജോൺ മാത്യു അച്ഛൻ, ജെയ്സൺ, ഗ്രേസി, ടോം, മറിയ, ജാനിസ്, അമ്മു, റെജി, നവോമി, ജെറമി, എലിസബത്ത്, ഇവരെ എല്ലാവരെയും സമർപ്പിക്കുന്നതോടൊപ്പം സ്തോത്രത്തോടെ സമർപ്പിക്കുന്നതോടൊപ്പം എല്ലാ ജന്മദിനം കൊണ്ടാടിയവരെയും നന്ദിയോടെ സ്തോത്രത്തോടെ സമർപ്പിക്കുന്നു. വെഡിങ് ആനിവേഴ്സറി സ്തോത്രത്തോടെ വെഡിങ് ആനിവേഴ്സറി ആയിരുന്ന എല്ലാ മക്കളെയും സമർപ്പിക്കുന്നു. ജൂൺ മാസത്തിലെ ഓർഡിനേഷൻ ആനിവേഴ്സറി ആയിരുന്ന ബഹുമാനപ്പെട്ട തമ്പാൻ വർഗീസ് അച്ഛൻ, യാക്കൂബ് ബേബി അച്ഛൻ, ടൈറ്റസ് ഉമ്മനച്ഛൻ, ഇത്രയും പേരുകളാണ് ഓർമ്മയിലേക്ക് വന്നത്. അതേപോലെയുള്ള എല്ലാ അഭിഷിക്തരെയും ഓർഡിനേഷൻ ആനിവേഴ്സറി ആയിരുന്ന എല്ലാ അഭിഷിക്തരെയും സ്തോത്രത്തോടെ ദൈവസന്നിധിയിൽ സമർപ്പിക്കുന്നു. ഇനിയും ഓർക്കേണ്ടത് നാം ഇപ്പോൾ ഓർത്തതുപോലെ അഭിമന്യ തിരുമേനിയും ബഹുമാനപ്പെട്ട അച്ഛന്മാരും നാം എല്ലാവരും ഓർത്തതുപോലെ യുദ്ധം നിർത്തൽ ചെയ്യാൻ പോകുന്നു എന്നൊക്കെ നാം കേൾക്കുന്നെങ്കിലും യുദ്ധത്തെ ഓർത്ത് ആ പങ്കെടുക്കുന്ന ഭടന്മാരെ, അതിർത്തി താമസിക്കുന്നവരെ, രാഷ്ട്രത്തിന്റെ നേതാക്കളെ, ഇവരെ എല്ലാവരെയും ദൈവസന്നിധിയിൽ സമർപ്പിച്ചുകൊണ്ട് ഒരു പ്രാർത്ഥന ഇങ്ങനെ പോസ്റ്റ് ചെയ്തിരുന്നു. സമാധാനം, സുരക്ഷിതത്വം, സാഹോദര്യം ഒന്ന് നിലനിന്ന് കാണണമേ. നാം എല്ലാ രാഷ്ട്രങ്ങളും സമയമൊക്കെ പോസ്റ്റ് ചെയ്തുകൊണ്ട് ഇന്ത്യ 9 PM, US 1 PM, കാനഡ 12 noon, സിംഗപ്പൂർ 9 PM ഒക്കെ പറഞ്ഞു.
അതേ സമയത്ത് 1 മിനിറ്റ് നമ്മുടെ പ്രവർത്തനങ്ങളെല്ലാം ഒന്ന് നിർത്തിവെച്ചുകൊണ്ട് ഒന്ന് ഒരുമിച്ച് പ്രാർത്ഥിക്കുകയാണെങ്കിൽ, പല സമയത്ത് മറ്റു ലോകമഹായുദ്ധങ്ങൾ ഉണ്ടായ സമയത്ത് ആ സമയം പ്രാർത്ഥിച്ചപ്പോൾ അതിന് ഫലം കണ്ടതുപോലെ നാം ആ സമയം ഇടവില്ലാതെ ആ സമയം ഒന്ന് പ്രാർത്ഥിക്കാനായിട്ട് ഉപയോഗിച്ചെങ്കിൽ നന്നായിരുന്നു. നമുക്ക് ആ പ്രാർത്ഥന ഒന്ന് ഏറ്റെടുത്ത് തുടരാം. ആ സമയം നമ്മുടെ രാജ്യത്തിന് നമുക്ക് തന്നിരിക്കുന്ന ആ സമയം ഒന്ന് ഓർത്ത് തുടർന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. തീർച്ചയായിട്ടും നമ്മുടെ ചെറിയ കൂട്ടത്തിലും ആ പ്രാർത്ഥന ഏറ്റെടുക്കുകയാണെങ്കിൽ അതിനൊരു അവസാനം തീർച്ചയായും ഉണ്ടാകുന്ന വിശ്വാസത്തോടെ നമുക്ക് ചെയ്യാം. ഒരു അനിശ്ചിതത്വത്തിന്റെ അപ്പവുമായിട്ട് ഒരു ചിത്രം വരച്ചിരിക്കുന്ന, രക്തം ഒലിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കുഞ്ഞിനെയും ഒരു അനിശ്ചിതത്വത്തിന്റെ അപ്പം പേർക്കൊണ്ട് നിൽക്കുന്ന ഒരു കുഞ്ഞിനെയും ചിത്രീകരിച്ച ഒരു പോസ്റ്റ് നമ്മൾ കണ്ടുവല്ലോ. ഇസ്രായേൽ ഹമാസിന്റെ യുദ്ധത്തിലെ ശിശുഹത്യ, ഷെൽ വർഷം, പാവം കുഞ്ഞുങ്ങളും ഒരുപാട് ഗർഭിണികളും ഒക്കെ കഷ്ടം അനുഭവിക്കുന്ന ആ കാര്യങ്ങൾ നാം ഒന്ന് മനസ്സിലെടുത്തുകൊണ്ട് നമുക്ക് കണ്ണുനീരോടെ പ്രാർത്ഥിക്കാം. ദൈവം തീർച്ചയായിട്ടും അതിനൊരു പരിഹാരം തരും നമുക്ക് വിശ്വസിക്കാം. ജനറേഷന് വേണ്ടി വ്യക്തിയും പ്രാർത്ഥിക്കുന്ന ദിവസമാകുന്നു. ഇന്റർനെറ്റിന്റെ അടിമത്തം, ലഹരിയുടെ അടിമത്തം, ഇവയെന്നെല്ലാം മോചനം നേടുവാനും വേദോസ്തവം വായിക്കാന്, പ്രാർത്ഥിക്കാന്, മുൻപേ ദൈവരാജ്യവും നീതിയും അന്വേഷിക്കുവാനുള്ള ആഗ്രഹം കുഞ്ഞുങ്ങൾക്ക് ലഭിപ്പാൻ, കുദാശകളിൽ നിന്നും വേദോസ്തവായിൽ നിന്നും ദൈവാലയത്തിൽ നിന്ന് അകന്ന് നിൽക്കാനുള്ള ആ ടെൻഡൻസി മാറ്റിയിട്ട് ദൈവത്തോട് അടുത്ത് നിൽക്കാനായിട്ട് നമ്മുടെ കുഞ്ഞുങ്ങൾക്കും കൊച്ചു കുഞ്ഞുങ്ങൾക്കും സഹായിക്കണമെന്ന് കണ്ണുനീരോടെ യാചിക്കാം. എല്ലാ ആഴ്ചയിലും എല്ലാ പ്രാർത്ഥനയിലും പറയുന്നത് പോലെ നാം ശുദ്ധീകരിക്കപ്പെടുന്നതോടെ നമ്മുടെ കുഞ്ഞുങ്ങളും കൊച്ചു കുഞ്ഞുങ്ങളും ശുദ്ധീകരിക്കപ്പെടുവാൻ മോണിക്ക അഗസ്റ്റിന് വേണ്ടി പ്രാർത്ഥിച്ചപ്പോൾ മോണിക്ക ശുദ്ധീകരിക്കപ്പെട്ടു. ഒരു ശുദ്ധ അഗസ്റ്റിൻ രൂപാന്തരപ്പെട്ടു എന്നതുപോലെ നമുക്ക് അടുത്തു പോകാതെ പ്രാർത്ഥിക്കാം. ലിഡിയായ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു, ഹനയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. 2 ആൻമാര്, 2 എലിസബത്തുമാര്, ആൽബിറ്റ്, കാരളിൻ, ഇവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നതോടൊപ്പം ധാരാളം കുഞ്ഞുങ്ങൾക്ക് വേണ്ടിയുള്ള റിക്വസ്റ്റ് ഉണ്ട്. എല്ലാവരെയും വിശ്വാസത്തോടെ പ്രാർത്ഥിക്കുന്നു. നല്ല ചേഞ്ചസ്, ഒരിക്കലും ഒരു മാറ്റം വരില്ല എന്ന് വിചാരിക്കുന്ന കുഞ്ഞുങ്ങൾക്ക് പോലും മാറ്റം വരുന്നുണ്ട്. തീർച്ചയായിട്ടും വിശ്വാസത്തോടെ നമുക്ക് കുഞ്ഞുങ്ങൾക്ക് വേണ്ടി യാചിക്കാം. നമ്മുടെ അപേക്ഷ ഒരിക്കലും, നമ്മുടെ കണ്ണുനീർ നമ്മുടെ കർത്താവ് കണ്ടിട്ട് മിണ്ടാതിരിക്കില്ല. തീർച്ചയായിട്ടും അതിനൊരു പരിഹാരം ഉണ്ടാകും. നമുക്ക് പ്രാർത്ഥിക്കാം. ഡെട്രോയിറ്റ് പള്ളിയുടെ സെയിന്റ് തോമസ് ലീഹ നാമത്തിലുള്ള പെരുന്നാളാകുന്നു. വട്ടിയൂർക്കാവ് പള്ളിയിലെ സെയിന്റ് പോൾ നാമത്തിലുള്ള പ്രാർത്ഥനയാകുന്നു. അതുപോലെ ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ സ്ലീഹന്മാരുടെ നാമത്തിൽ നടക്കുന്ന എല്ലാ ശുശ്രൂഷകളും അനുഗ്രഹം ആകണമെന്ന് നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. ജോബ് ഇന്റർവ്യൂ ആയിട്ടുള്ള ഏതാനും മക്കൾ പ്രാർത്ഥനയ്ക്കായിട്ട് അപേക്ഷിച്ചിട്ടുണ്ട്. ജോബ് നഷ്ടപ്പെട്ടവരെ, ജോബ് സ്ട്രെസ് അനുഭവിക്കുന്ന അനേക മക്കളുണ്ട്. ദൈവമേ, അവരുടെ പ്രാർത്ഥന കേൾക്കണമെന്ന് നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. യുദ്ധം മാത്രമല്ല, ക്രിസ്ത്യാനികളായി പീഡ അനുഭവിക്കുന്ന അനേകരുണ്ട്. അനേകർക്ക് പീഡ, പള്ളികൾ തകർക്കുന്നതും ആളുകൾക്ക് കഠിനമായ പീഡ അനുഭവിക്കേണ്ടി വരുന്നുണ്ട്. പ്രാർത്ഥിക്കുന്നതിന്, സുവിശേഷം പ്രസംഗിക്കുന്നതിന് ഒക്കെ പീഡ അനുഭവിക്കുന്ന മക്കളെ ദൈവസന്നിധിയിലേക്ക് സമർപ്പിക്കാം. അതേപോലെ വോളണ്ടറി സംഘടനകൾക്ക് സാമ്പത്തിക സഹായം ആവശ്യമുള്ളവരും അത് വളരെയധികം കഷ്ടമായിട്ടിരിക്കുന്നുണ്ട്. ആശ്രയ കാരുണ്യ നിലയം ധാരാളം സംഘടനകളുണ്ട്. അവർക്ക് വേണ്ടത്ര സഹായം എത്തിച്ചു കൊടുക്കാനും നമ്മൾ സഹായിക്കുന്നതോടൊപ്പം മറ്റുള്ളവർക്ക് ആ സഹായിക്കാനുള്ള മനസ്സുണ്ടാകണമെന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. വാങ്ങിപ്പോയവരെ ഓർത്ത് പ്രാർത്ഥിക്കുന്നത് ഇപ്പോഴും, പ്രത്യേകിച്ച് നമ്മള് കെനിയയുടെ ആക്സിഡന്റ്, അഹമ്മദാബാദിലുണ്ടായ ആക്സിഡന്റ്, കനിഷ്കയിലുണ്ടായ ആക്സിഡന്റ്, വളരെ സങ്കടത്തോടെ ഇതെല്ലാം ഓർത്തുകൊണ്ട് അനേകര് റിക്വസ്റ്റ് ഇട്ടിട്ടുണ്ട്. ലീലായപ്പൻ മകള് കനിഷ്ക ആക്സിഡന്റിനെ ഓർത്ത്, സൈമൺ, അന്നമ്മ, അലക്സാണ്ടർ, അവരുടെ ട്വിൻസ് കുഞ്ഞുങ്ങള്, സ്റ്റാൻലി പാർക്കില് കനിഷ്ക ആക്സിഡന്റിന്റെ മെമ്മോറിയൽ ഉണ്ട്, എല്ലാ വർഷവും നടത്തുന്നതാണ്. രാജു, വർഗീസ്, ഡാനിയൽ, ലീല, റൂബി, റോബിൻ കുടുംബങ്ങളായിട്ടാണ് നഷ്ടപ്പെട്ടത്. ഇന്നും അത് ഓർത്ത് ദുഃഖിക്കുന്ന മക്കളുണ്ട്, അതിൽ നിന്ന് രക്ഷപ്പെട്ടവരുണ്ട്. എല്ലാവരെയും ഈ ആക്സിഡന്റിലെല്ലാം പെട്ട് ദേവസന്നിധിയിലേക്ക് പോയ ആത്മാക്കൾ, അവരെ ഓർത്ത് ദുഃഖിക്കുന്നവരെ എല്ലാവരെയും നമുക്ക് ദേവസന്നിധിയിൽ സമർപ്പിക്കാം. അതേപോലെ തന്നെ
ഐസക് ജോർജ്, സിയോ വർഗീസ് അച്ഛൻ, സാബു വർഗീസ്, അലക്സാണ്ടർ വൈദ്യൻ, ജോഷു ആൻഡ് ഏലിയാമ്മ, അന്നമ്മ ഫിലിപ്പ്, ധാരാളം മക്കള് ഡിപ്പാർട്ടഡ് ആയിട്ടുള്ള മക്കൾ പ്രാർത്ഥനയ്ക്കായിട്ടുണ്ട്. അവരുടെ ആത്മാക്കള് ദുഃഖിക്കുന്ന പ്രിയപ്പെട്ടവരെ, എല്ലാ അഭിഷിക്തരും ഇല്ലാത്തവരുമായുള്ള പ്രിയപ്പെട്ട ആത്മാക്കൾക്ക് വേണ്ടി അവരുടെ പ്രിയപ്പെട്ട ദുഃഖിക്കുന്നവരെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ചെറിയ പ്രായത്തിൽ കുഞ്ഞുങ്ങൾ നഷ്ടപ്പെട്ടിട്ട് ഇന്നും അവരെ ഓർത്ത് വിലപിക്കുന്ന മാതാപിതാക്കളുണ്ട്. അവർക്ക് ആശ്വാസം കൊടുക്കണം എന്ന് പ്രാർത്ഥിക്കും. കുഞ്ഞുങ്ങളെ ആഗ്രഹിക്കുന്നവരെ, കുഞ്ഞുങ്ങളെ ലഭിച്ചവരെ അവരെ പ്രത്യേകമായി സമർപ്പിക്കുന്നു. കൊച്ചു കുഞ്ഞുങ്ങളെ ദൈവസ്നേഹത്തെ വളർത്തിക്കൊണ്ടുവരാൻ സഹായിക്കണേ. പാർട്ട്നേഴ്സിനെ ആഗ്രഹിക്കുന്നവര് അവരെ ഓർത്ത് പ്രത്യേകമായി പ്രാർത്ഥിക്കുന്നു. ഷേമ, മിന്നു, താര, മറിയ, ടീന, ടിജു, ബിനോയ്, നിക്കോൾ, റീനോ, വീത, ബിന്ദു, ഐറിൻ, ലീന, റെനി, ഇവരെല്ലാം ഓർത്ത് പ്രാർത്ഥിക്കുന്നു. അനേകം പേരുകളുണ്ട്. മീഘ, വിക്ടോറിയയെ ഓർത്ത് പ്രത്യേകമായി പ്രാർത്ഥിക്കുന്നു. അവരുടെ മുന്നോട്ടുള്ള ദൈവത്തിനായി സമർപ്പിച്ചിട്ടുണ്ട്. അവർ മുന്നോട്ടുള്ള നീക്കങ്ങള് ദിവ്യാശയിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. അവരുടെ വിവാഹത്തിലേക്കുള്ള നീക്കം ദൈവഹിതപ്രകാരമാണ് എന്ന് പ്രാർത്ഥിക്കുന്നു. ഡീക്കൻ, ജീതൻ ആൻഡ് ആഷ്ലി വിവാഹത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. അനാഥര വിധവന്മാര്, ആരോരും ഇല്ലാത്തവര്, അനേകം രോഗങ്ങൾ അവസ്ഥയെ കൂടി കടന്നു, ഡയാലിസിസ്, ഹാർട്ടിന്റെ പ്രയാസം, അതേപോലെ തന്നെ വിവിധ രോഗങ്ങൾ, അൽഷിമേഴ്സ്, ഡിമെൻഷ്യ, എല്ലാവരെയും ശുശ്രൂഷിക്കുന്ന ഡോക്ടർ, മെഡിക്കൽ ടീം, പ്രകാശിനെ ഓർത്ത് പ്രത്യേകമായി സ്തോത്രം ചെയ്യുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. അനേക മക്കളുണ്ട്. നമ്മുടെ പള്ളിക്ക് വേണ്ടി സ്തോത്രം ചെയ്യുന്നു. നോർത്ത് കരോളിന ചർച്ചിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. കാൽഗറി, എഡ്മണ്ടൺ ചർച്ച്, ഹ്യൂസ്റ്റൺ, ഡിട്രോയിറ്റ് ചർച്ച്, അറ്റ്ലാന്റ ചർച്ച്, സെന്റ് ബർണബാസ് ചർച്ച്, എല്ലാം ആരാധനാലയങ്ങൾ ദൈവനാമ മഹത്വത്തിനായിട്ട് ഒരുമിച്ച് വന്ന് ആരാധിക്കുവാനുള്ള കൃപ ദൈവമേ നൽകണമെന്ന് പ്രാർത്ഥിക്കാം. വിട്ടുപോയിട്ടുള്ള കാര്യങ്ങളും ദൈവസന്നിധി സമർപ്പിക്കുന്നു. നോവ, ജിയാൻ, ഈതൻ, ആര്യ, എല്ലാ മക്കൾക്ക് വേണ്ടിയും പ്രാർത്ഥിക്കുന്നു. പ്രത്യക്ഷമായും പരോക്ഷമായും നടത്തുന്ന ഈ പ്രയറിന് വേണ്ടി പ്രവർത്തിച്ചിട്ടുള്ള എല്ലാ മക്കളെയും, കഴിഞ്ഞ വർഷങ്ങളിലൊക്കെ പ്രവർത്തിച്ചിട്ട് ഇപ്പോഴും ആ ദീപശിഖം മുന്നോട്ട് കൊടുത്തിട്ടും ഇരുന്നിപ്പോഴും പ്രവർത്തിക്കുന്ന എല്ലാ മക്കളെയും ദൈവസന്നിധി സമർപ്പിക്കുന്നു. ഇന്ന് പ്രാർത്ഥിക്കുന്ന പ്രിയപ്പെട്ട ആൻ മാത്യു ആണ്. ആൻ മാത്യുവിനെയും കുടുംബത്തെയും ദൈവസന്നിധി സമർപ്പിക്കുന്നു. ആൻ മാത്യു പ്രാർത്ഥിക്കണമെന്ന് അപേക്ഷിക്കുന്നു. നമുക്ക് പ്രാർത്ഥിക്കാം. സർവശക്തനെയും കാരണവാനുമായ സ്വർഗസ്ഥ പിതാവേ, ഈ അനുഗ്രഹിക്കപ്പെട്ട വെള്ളിയാഴ്ച പ്രഭാതത്തിനായിട്ട് സ്തോത്രം. കർത്താവെ, ഈ ഫ്രൈഡേ പ്രയറിൽ കർത്താവെ വചനം വായിക്കുന്നതിന്, പാടുന്നതിന്, പ്രാർത്ഥിക്കുന്നതിനൊക്കെ തന്നിരിക്കുന്ന ഈ നല്ല സമയത്തിനായിട്ട് നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ സ്തോത്രം ചെയ്യുന്നു. കർത്താവെ, ദൈവമേ, ഈ സെൽഫോണിന്റെ സഹായത്തോടെ ഒരു മനസ്സോടെ കർത്താവെ പാരിച്ച ഹൃദയത്തോടെ, അനുതാപ ഹൃദയത്തോടെ നിന്റെ സന്നിധിയിലേക്ക് അടുത്തു വരുന്ന അടിയങ്ങളെ കർത്താവെ തള്ളിക്കളയരുതേ. അടിയങ്ങളുടെ പ്രാർത്ഥനയെ കേൾക്കണമേ, അടിയങ്ങളുടെ യാചനയെ കൈക്കൊള്ളണമേ എന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവെ, അവിടുന്ന് കൂടെ ഇരുന്ന് അടിയങ്ങളെ നടത്തി പരിപാലിക്കുന്ന കൃപയ്ക്കായിട്ട് നന്ദി നിറഞ്ഞ ഹൃദയത്തോട് സ്തോത്രം ചെയ്യുന്നു. കർത്താവെ, ബഹുമാനപ്പെട്ട ബിബിൻ അച്ഛനിൽ നിന്ന് കേട്ട വചനത്തിനായിട്ട് സ്തോത്രം. കർത്താവെ, ഞങ്ങൾക്ക് അവകാശപ്പെടാനും ഞങ്ങൾ നേടിയതും ഒന്നുമില്ല. കർത്താവെ, നിന്നെ കൂടുതലായി അറിവാൻ കർത്താവെ, നിന്റെ പാതയെ പിൻപറ്റി ജീവിക്കുന്നതിന് കർത്താവെ നിന്നിലുള്ള വിശ്വാസം വർദ്ധിപ്പിച്ചു തരണമേ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ദൈവമേ, കേട്ട വചനങ്ങൾ ലോകത്തിന് അനുരൂപപ്പെടാനല്ല, രൂപാന്തരപ്പെടാനുള്ള ആണെന്നുള്ള ആ ഉത്ബോധത്തോട് കർത്താവെ ഞങ്ങളുടെ ജീവിതത്തെ ഞങ്ങളെ ക്രമപ്പെടുത്തുവാൻ ഞങ്ങളെ സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ഞങ്ങൾ ഓരോ നോമ്പിലും പ്രാർത്ഥനയിലും കൂടി ഒക്കെ കടന്നു പോകുമ്പോൾ കർത്താവെ, സ്ലീഹന്മാരും പിതാക്കന്മാരും കാണിച്ചെന്ന വിശ്വാസത്തെ ഉൾക്കൊണ്ട് കർത്താവെ ജീവിതത്തെ ചിട്ടപ്പെടുത്തുവാൻ ഞങ്ങളെ സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ഞങ്ങളെ തന്നെ താഴ്ത്തി സമർപ്പിക്കുന്നു. നാഥ, ദൈവമേ, ഈ ഭദ്രാസനത്തിനെ നയിക്കുന്ന ഞങ്ങളുടെ തിരുമേനിക്ക് വേണ്ടി, ഞങ്ങളുടെ സഭയ്ക്ക് വേണ്ടി, ഞങ്ങളുടെ എല്ലാ ഇടവകൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധ സഭയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ബാബാ തിരുമേനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ഈ ഭദ്രാസനത്തില് കർത്താവെ
കാരുണ്യവാനായ കർത്താവെ, ഒരുമിച്ച് അടിയങ്ങൾ അവിടുത്തെ തിരുസന്നിധിയിൽ വരുമ്പോൾ അടിയങ്ങളുടെ പ്രാർത്ഥന എല്ലാ കാര്യങ്ങളും അവിടുത്തെ സന്നിധിയിലുണ്ടല്ലോ. അടിയങ്ങളെ വിശുദ്ധീകരിക്കണമേ, പരിശുദ്ധാത്മാവിനാൽ നിറയ്ക്കണമേ. പ്രാർത്ഥിച്ചോളൂ. കർത്താവെ, രോഗികളായി ഭവനത്തിലായി ആശുപത്രിയിലായിരിക്കുന്ന മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ക്യാൻസറിന്റെ പ്രയാസങ്ങളില് ഡയാലിസിസിൽ കൂടിയൊക്കെ കടന്നു പോകുന്ന മക്കളെ അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ശുശ്രൂഷിക്കുന്ന കരങ്ങളെ അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ഞങ്ങൾ ഈ സമയം കർത്താവെ ലോക സമാധാനത്തിനായി പ്രാർത്ഥിക്കുന്നു. രാജ്യത്തിന്റെ ഭരണാധികാരികൾക്ക് കർത്താവെ ദൈവികമായ ബുദ്ധിയെ നൽകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ദൈവമേ, ഈ അവധിക്കാലം ഞങ്ങളുടെ കുഞ്ഞുങ്ങളൊക്കെ കർത്താവെ, ദൈവമേ, ഓരോ വെക്കേഷനിലൊക്കെ സമയം ചെലവഴിക്കുമ്പോൾ കർത്താവെ, ദൈവത്തെ മുൻനിർത്തി അവരുടെ സമയങ്ങൾ ചെലവഴിക്കുന്നതിന് കർത്താവെ നീ സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. യവനകാലത്ത് സൃഷ്ടാവിനെ മറന്ന് ജീവിക്കുന്നതിന് കുഞ്ഞുങ്ങൾക്കൊന്നും ഇടയാക്കി തീർക്കരുത് എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, അതുപോലെ ദൈവമേ, കുഞ്ഞുങ്ങളുടെയൊക്കെ വേർപാടിൽ ദുഃഖിക്കുന്ന മക്കളുണ്ട്. കർത്താവെ, അവർക്ക് സമാധാനം നൽകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവമേ, ഇതുപോലെ കർത്താവെ ആന്റി പറഞ്ഞ കാര്യങ്ങളെല്ലാം ഒരു പ്രാവശ്യം കൂടി തൃക്കരങ്ങളിൽ സമർപ്പിക്കുന്നു. കർത്താവെ, ദൈവമേ, ഇപ്പോൾ പണിതുകൊണ്ടിരിക്കുന്ന ദേവാലയങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ദേവാലയങ്ങളുടെ പണികളൊക്കെ ഭംഗിയായി തീർത്ത് കർത്താവെ നീ ആരാധിപ്പാൻ സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവമേ, MMVS എല്ലാ പ്രവർത്തനങ്ങളെയും അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ലീഡിയ എന്ന എല്ലാ മക്കളെയും അനുഗ്രഹിക്കണമേ. അവരുടെ എല്ലാ പ്രവർത്തനങ്ങളെയും കർത്താവെ എല്ലാം ദൈവനാമ മഹത്വത്തിനായിട്ട് തീരണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ഈ പ്രയർ മീറ്റിങ്ങിന് ആദ്യോടന്തം പ്രത്യേകിച്ച് കർത്താവെ ഈ പ്രയറിനെ ലീഡ് ചെയ്യുന്ന എൽസോത്ത് ആന്റിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ബഹുമാനപ്പെട്ട എബി എബ്രഹാം അച്ഛന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. അച്ഛൻ്റെ എല്ലാ ലീഡർഷിപ്പിനും എല്ലാ ശുശ്രൂഷകളെയും കർത്താവെ അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഓർത്ത് പ്രാർത്ഥിപ്പാൻ കടംപെട്ടിരിക്കുന്ന എല്ലാവരെയും കർത്താവെ, എല്ലാ വിഷയങ്ങളെയും കർത്താവെ ഒരു പ്രാവശ്യം കൂടി തൃക്കരങ്ങളിൽ സമർപ്പിക്കുന്ന നാഥ. അമ്മ മാതാവേടി ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പുത്രൻ തമ്പുരാനോട് അപേക്ഷിക്കണമേ. സ്ലിഹന്മാരും സഹോദരന്മാരും ഞങ്ങൾക്ക് കോട്ടയും കാവലുമായിരിക്കണമെന്ന് കർത്താവെ, സ്ഥലവും പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ തന്നെ ആമേൻ. പിതാവാം ദൈവത്തിന്റെ സ്നേഹവും ഏകജാതനായ പുത്രന്റെ കൃപയും പരിശുദ്ധാത്മാവിന്റെ സംബന്ധവും ആവാസും നമ്മളെല്ലാവരുടെ മേലും, നമ്മുടെ എല്ലാ ഭവനങ്ങളുടെ മേലും, ദൂരെയും ചാരയുമായിരിക്കുന്നവരുടെ മേലും, വാങ്ങിപ്പോരുടെ ആത്മാക്കളുടെ മേലും, സഭയിന്മേലും നാടിന്മേലും ഇടവുകളിൽ മേലും ഇപ്പോഴും നീക്ക് ഉണ്ടായിരിക്കുമാറാകട്ടെ. ആമേൻ. ആമേൻ. ഈ പ്രാർത്ഥനാ കൂട്ടായ്മയിൽ ആദ്യോടന്തം നമ്മോട് കൂടെ ഇരുന്ന് നമ്മെ വഴി നടത്തിയ കർത്താവിന് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. പ്രാർത്ഥനയിൽ കൂടി നമ്മെ നയിക്കുന്ന അഭിവന്ദ്യ തിരുമേനിക്കും ബഹുമാനപ്പെട്ട എബി എബ്രഹാം അച്ഛനും, ഷിനി കുര്യൻ ജനറൽ സെക്രട്ടറി ആയിരിക്കുന്ന ഷിനി കുര്യൻ, ട്രഷറർ ആയിരിക്കുന്ന ഷീന പുന്നൂസ്, അതുപോലെ തന്നെ ഇതിൻ്റെ എല്ലാ യൂണിറ്റ് റീജിയണൽ സെക്രട്ടറിമാര്, ഇന്ന് പങ്കെടുത്ത പ്രിയപ്പെട്ട ബൈബിൾ വായിച്ചും പാട്ടുപാടിയും പ്രാർത്ഥന നടത്തിയും എല്ലാ പ്രിയപ്പെട്ട മക്കളും തലകൾ വണക്കിയിരിക്കുന്ന എല്ലാ മക്കൾക്കും പ്രത്യേകമായി നന്ദി പറയുന്നു. അതോടൊപ്പം തന്നെ ഈ വർഷങ്ങളിലെല്ലാം ഈ പ്രാർത്ഥനയുടെ പുറകിൽ നിന്ന് പ്രവർത്തിച്ച എല്ലാ അഭിവന്ദ്യ തിരുമേനിമാര്, അച്ഛന്മാര്, ജനറൽ സെക്രട്ടറിമാര്, യൂണിറ്റ് സെക്രട്ടറിമാർ, റീജിയൻ സെക്രട്ടറിമാര്, ട്രഷറർ, പ്രാർത്ഥന കോർഡിനേറ്റേഴ്സ്, എല്ലാവർക്കും കർത്താവിന്റെ നാമത്തിൽ നന്ദി പറയുന്നു. എല്ലാവരെയും അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കുകയും ചെയ്യും. താങ്ക് യു.